പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത് വചനം ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. ഫിലിപ്പിലെ അടുത്ത വാക്യം കൂടെ. മതി. വായിച്ച ഈ വചനത്തിലൂടെയാണ് നമ്മൾ ധ്യാനത്തിന് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും അവസരങ്ങളെ കണ്ടെത്തുന്നത്. ഫിലിപ്പിയ ലേഖനത്തിലെ സുശക്തമായ ഒരു വചനം. നമ്മൾ ഉലകത്തോട് സുവിശേഷം എന്ന് പറയുന്ന ആ മഹത്തര സന്ദേശത്തിൻ്റെ മുഴുവൻ ചുരുക്കെഴുത്ത്, സംക്ഷിപ്തം, ഉള്ളടക്കം ഈ ഒരു വചനമാണ്. ഈ ഒരു വചനമാണ് വാസ്തവത്തിൽ സുവിശേഷത്തെ വ്യക്തമായി നിർവചിക്കുന്നത്. സുവിശേഷത്തിനൊരു നിർവചനം പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. പക്ഷേ സുവിശേഷത്തിൻ്റെ ബാഹ്യമായ ഒരു വിളംബരം മാത്രമാണ് ആ വചനം. അതിൻ്റെ സത്ത, ഉള്ളടക്കം വാസ്തവത്തിൽ ഫിലിപ്പിയർ 2:6 മുതലുള്ള വചനങ്ങളാണ്. എന്താണത്? ആരാണ് ക്രിസ്തുയേശു? ആ ക്രിസ്തുയേശുവിൻ്റെ പൂർവ്വ അസ്തിത്വം എന്താണ്? പ്രീ എക്സിസ്റ്റൻസ് എന്താണ്? അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ഈ ആത്മസമർപ്പണത്തിൻ്റെ മുമ്പിൽ, ത്യാഗോജ്വലമായ ആ ജീവിതത്തിൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്ച ഭവിച്ചവനായി യേശുവിനെ കണ്ട പിതാവ് സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ ഉയർത്തി. ആ ഉയർത്തപ്പെട്ടവനെ നാമും ഉയർത്തുക വഴി, ആ ഉയർത്തപ്പെട്ടവനെ നാമും അനുഗമിക്കുക വഴി മനുഷ്യരാശിയുടെ മുഴുവൻ പാപക്കടം എന്നേക്കും പരിഹരിച്ച് ആ ക്രിസ്തു സവിധത്തിൽ, നിത്യതയിൽ നമ്മെ എത്തിക്കുന്ന പ്രക്രിയയാണ് സുവിശേഷം. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം ആവശ്യമുണ്ടോ എന്ന് തോന്നും. ആവശ്യമില്ലായിരിക്കാം. പക്ഷെ നമ്മൾ സുവിശേഷത്തിൻ്റെ മഹിമ എന്തെന്ന് അത് പറയുന്നത് അനിവാര്യമാണ്. ആ മഹിമയുടെ ഘോഷണം നമ്മുടെ ദൗത്യമായിരിക്കുമ്പോൾ തന്നെ ആ മഹിമയെക്കുറിച്ചുള്ള വിശദീകരണം നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ഞാനതുകൊണ്ട് ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം വഴി ആ ഉള്ളടക്കത്തൊന്ന് വിശദീകരിക്കാൻ താല്പര്യമെടുക്കുകയാണ്. നമുക്കറിയാം, ഫിലിപ്പിയ എന്നറിയപ്പെടുന്ന ഒരു മഹാനഗരം, ഈ നഗരത്തിലേക്കുള്ള സുവിശേഷ ഘോഷണത്തിൻ്റെ ഒരു തുടക്കം ധന്യനായ പൗലോസിലൂടെയും സഹപ്രവർത്തകരായ ശീലാസിലൂടെയും ലൂക്കോസിലൂടെയുമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് ഈ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് ചെന്നു. ആ ഫിലിപ്പിയ പട്ടണം മാസിഡോണിയയുടെ ആ പ്രദേശത്തെ പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതും ആയിരുന്നു. ആ ഒരു വചനത്തിൽ എന്തായിരുന്നു ഫിലിപ്പിയ? ആ പട്ടണത്തിൻ്റെ സ്വഭാവം എന്ത്? ആ പട്ടണം, അവിടെ നിലനിന്നിരുന്ന മനുഷ്യരെന്തായിരുന്നു? അവരുടെ മതചിന്ത എന്തായിരുന്നു? അവരുടെ രാഷ്ട്രീയ ബോധം എന്തായിരുന്നു? ഇതൊക്കെ കൃത്യം പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ, ചില നിമിഷങ്ങൾ ഏകാഗ്രതയോടെ ആ വചനം കേൾക്കാനിരുന്നാൽ ചില പൊരുളുകൾ, ചില മറഞ്ഞിരിക്കുന്ന വലിയ ചിന്തകൾ നമുക്കതിനുള്ളിൽ നിന്ന് ഒരുമിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടെ ആ വചനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലണം. സ്തോത്രം. ഫിലിപ്പിയ എന്ന പേര്
ആ നഗരത്തിന് വരുന്നത് മഹാനായ അലക്സാണ്ടറുടെ പിതാവ് ഫിലിപ്പ് രാജാവിൽ നിന്നാണ്. അലക്സാണ്ടറുമായി ബന്ധപ്പെട്ട് ചില സ്ഥലനാമങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് അലക്സാണ്ട്രിയ തന്നെയാണ് ഈജിപ്തിലെ, മറ്റൊന്ന് തെസലോനിക്കയാണ്. അത് ഫിലിപ്പ് രാജാവിൻ്റെ മകളും അലക്സാണ്ടറുടെ ഹാഫ് സിസ്റ്ററുമായിട്ടുള്ള തെസലോനിക്ക എന്ന ഒരു സഹോദരിയുടെ പേരിനെ ആസ്പദമാക്കിയാണ്. ഫിലിപ്പിയാകട്ടെ അലക്സാണ്ടറുടെ അപ്പനായ ഫിലിപ്പ് രാജാവിൻ്റെ പേരിനെ ആസ്പദമാക്കിയുള്ളതാണ്. ചുരുക്കത്തിൽ ആ നഗരത്തിനൊരു ഗ്രീക്ക് സ്വഭാവമുണ്ട്. മറ്റൊന്ന്, ആ നഗരത്തിന് ഗ്രീക്ക് സ്വഭാവമുണ്ടെങ്കിലും ആധിപത്യം റോമിൻ്റേതാണ്. റോം അതിനെ വിഴുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, അടുത്തത്, ആ നഗരത്തിലേക്ക് വന്നു പാർക്കുന്ന ജൂതന്മാരുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു നഗരം. ആ നഗരം മാസിഡോണിയുടെ ആ പ്രദേശത്തെ പ്രധാന പട്ടണം, റോമൻ കുടിയേറ്റ മേഖല. ഇത്രയുമാണ് അതിൻ്റെ രാഷ്ട്രീയം. അത്രയും അതിൻ്റെ ചുരുങ്ങിയ രാഷ്ട്രീയമാണ്. പക്ഷെ വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് ഈ പൗലോസ്ലീഹ പറയുന്ന വാക്യത്തിൻ്റെ ആന്തരികമായ ആ ശക്തി മനസ്സിലാകൂ. എത്ര ഗൗരവമുള്ളതാണ് ഈ വാക്യമെന്ന് മനസ്സിലാകൂ. കാരണം എന്താണ്? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതൊരു ഗ്രീക്ക് അധിനിവേശ, ഗ്രീക്ക് സാന്നിധ്യമുള്ള മേഖലയാണ്, ഗ്രീക്കുകാരുടെ മേഖലയാണ്. എന്താ ഗ്രീക്കുകാരുടെ മേഖലയുടെ പ്രത്യേകത? അതൊന്ന് പറഞ്ഞെങ്കിൽ ശരിയായി ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ, അതിൻ്റെ പൊരുൾ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കൂ. മഹാനായ അലക്സാണ്ടർ ലോകത്തെ വെട്ടിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ദൗത്യത്തിൻ്റെ ഇടയിൽ അദ്ദേഹം തൻ്റെ ഭാഷയായ ഗ്രീക്ക് ലോകമാസകലം എത്തിച്ചത് നമുക്കറിയാം. ലോകത്തെ മുഴുവൻ ഭരിച്ച കുറേ രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഒന്ന് അലക്സാണ്ടർ ഗ്രീസാണ്. അതിൽ ലോകം മുഴുവനൊന്നുമില്ല. ലോകത്തിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളെ കൈയടക്കി വച്ചൊരു ഭരണകൂടം ഗ്രീസാണ്. മറ്റൊന്ന് റോമക്കാരാണ്. ഇനിയും ഒന്ന് അറബികളാണ്. മറ്റൊന്ന് ബ്രിട്ടീഷുകാരാണ്. ഇതിൽ വിസ്മയകരമായൊരു കാര്യമുണ്ട്. ഇതിൽ രണ്ടു കൂട്ടർക്ക് മാത്രമേ അവരുടെ ഭാഷയും സംസ്കാരവും ലോകത്തെത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒന്ന് ഗ്രീക്കുകാരാണ്, മറ്റൊന്ന് ബ്രിട്ടീഷുകാരാണ്. ലോകത്ത് ഏറ്റവും അധികം നാളുകൾ ലോകത്തിൻ്റെ ഭൂരിപക്ഷം മേഖലകളെ അടക്കി ഭരിച്ചത് അറബികളാണ്. അറബി ഭാഷ ലോകം മുഴുവൻ എത്തിക്കാനോ ആ സംസ്കാരത്തെ ലോകത്ത് അങ്ങനെ സ്ഥാപിച്ചെടുക്കാനോ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഗ്രീക്കുകാരങ്ങനെ ആയിരുന്നില്ല, ബ്രിട്ടീഷുകാരും അങ്ങനെ ആയിരുന്നില്ല. എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയണ്ടേ? കേവലം ഒരു ഭാഷ പ്രചരിപ്പിക്കായിരുന്നില്ല അലക്സാണ്ടർ ലക്ഷ്യം. അദ്ദേഹത്തിന് ഭരിക്കാൻ എളുപ്പമുള്ളൊരു ഭാഷ, എല്ലാവരും അറിയുന്നൊരു ഭാഷ എന്ന നിലയിൽ അതിനെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഒരു ഗൂഢലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, പെട്ടെന്ന് പ്രകടമാകാത്തൊരു ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്നും ലോകത്തിൻ്റെ പലയിടങ്ങളിലെ ഭരണകൂടങ്ങൾ ആസൂത്രിതമായി കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ, നാം അറിയുന്ന മറ്റേതെങ്കിലും തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ, ഇവിടെയെല്ലാം ഭരണകൂടം വളരെ നിഗൂഢമായി കൊണ്ട് നടക്കുന്ന ആ ലക്ഷ്യം എന്തെന്ന് അറിയണ്ടേ? കേവലം ഭാഷയുടെ മാത്രം പ്രചാരമല്ല ഉദ്ദേശിച്ചത്. അവരുടെ ഗ്രീക്ക് ദേവതാ സങ്കല്പങ്ങളുണ്ട്, ഗ്രീക്ക് ദേവീദേവന്മാരുണ്ട്. ഓരോ പ്രവൃത്തിക്കുമായി ആയിരക്കണക്കിന് ദൈവസങ്കല്പങ്ങളുണ്ട്. ഇടിമുഴക്കത്തിൻ്റെ ദേവനുണ്ട്, സേയൂസ് എന്നാണ് പേര്. സൗന്ദര്യത്തിൻ്റെ ദേവനുണ്ട്, അപ്പോളോ എന്നാണ് പേര്. സൗന്ദര്യത്തിന് ദേവതയുണ്ട്, വീനസ് എന്നാണ് പേര്. ഈ ദേവീദേവ സങ്കല്പങ്ങളെയും ഈ ഭാഷയിലൂടെ ലോകത്ത് പറിച്ചു നടുക വഴി അവരേറെ വെറുക്കുന്ന ജൂതന്മാരുടെ ഏകസത്യബോധത്തെ, അവർ ലോകത്തിന് കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ വിഗ്രഹരഹിതമായ ആരാധനയുടെ ആ ശക്തിയെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് സ്വന്തം ദൈവികത, സ്വന്തം ആധ്യാത്മികത, സ്വന്തം തത്വചിന്ത അത് പാകെ ഉറപ്പിക്കാൻ ശ്രമം നടത്തിയ ഒരു രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ. പക്ഷേ അദ്ദേഹത്തെ കാലം ഇടയ്ക്ക് വെച്ച് അപഹരിച്ചു. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ആ ലക്ഷ്യങ്ങളൊക്കെ തീർന്നു. ഇന്ന് ആ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ രാത്രി ദർശനത്തിൽ പൗലുസിനെ വിളിച്ചിട്ട് പറയുക, വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഇങ്ങോട്ടൊന്ന് വാ. എത്ര ആഴമുള്ള ഒരു ദർശനം! ഒരു വശത്ത് യഹൂദമതത്തിൻ്റെ ധാർഷ്ട്യം, അവർ കൊണ്ടു നടന്ന ചിന്തയുടെ പരിമിതി, ചിന്തയുടെ പ്രശ്നമായിരുന്നില്ല,
അത് അവതരിപ്പിച്ച പുരോഹിതന്മാരുടെ വ്യാഖ്യാതാക്കളുടെ അഹന്ത അതിൻ്റെ ശക്തിയെ കെടുത്തിയപ്പോൾ, അതിന് ബദലായി രൂപപ്പെട്ട ഗ്രീക്ക് ആധ്യാത്മികതയും ഗ്രീക്ക് മതങ്ങളും ഒക്കെ എരിഞ്ഞടങ്ങിയപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് സുവിശേഷമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രശ്നകലുഷിതമായ ഒരു മണ്ഡലത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ഉലകത്തിലൊറ്റ സന്ദേശമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. അത് കേവലം ഒരു നാടിനെ മാറ്റുകയല്ല, അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ, രാഷ്ട്രീയ വ്യവസ്ഥയെ, അതിലെ ജീവിതങ്ങളുടെ അനുദിന ജീവൽ പ്രശ്നങ്ങളെ, മനഃശാസ്ത്ര തലങ്ങളെ എല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന വെളിച്ചത്തിൻ്റെ സന്ദേശം, അത് സുവിശേഷമാണ്. ഒരിക്കലായ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇരുളിലിരുന്ന നമുക്ക് വലിയ വെളിച്ചം കണ്ടിട്ട് മറ്റെങ്ങും പോകാൻ ഇടവരാതെ ആ വെളിച്ചത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് ഇവിടെ വരെ വരാൻ കഴിഞ്ഞത് ആ വെളിച്ചത്തിൻ്റെ ശക്തിയെങ്കിൽ, ഇന്ന് വചനം കേൾക്കുന്ന നമുക്ക് തലമുറയോട് പറഞ്ഞു കൊടുക്കണം, അപ്പൻ കണ്ടെത്തിയതിൽ, അമ്മ കണ്ടെത്തിയതിൽ, ഞങ്ങളൊക്കെ കണ്ടെത്തിയതിൽ, സഹോദരങ്ങൾ കണ്ടെത്തിയതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം ആ വെളിച്ചമാണ്, ആ പ്രകാശമാണ്. അത് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥരഹിതമാണ്. ഞാൻ അല്പം കൂടി ആ വിശദീകരണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വരാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു റോമൻ ആധിപത്യ മേഖലയാണ്. റോമക്കാരാണ് ഭരിക്കുന്നത്. അത് കൂടുതൽ നമ്മൾ പഠിച്ചു പോകേണ്ടതില്ല. നമ്മുടെ ഈ രാജ്യത്തിലെ ചില സ്ഥലങ്ങൾ മലയാളികളായ നമുക്ക് ആധിപത്യമുണ്ട്. പക്ഷെ അവിടുത്തെ വ്യവസ്ഥകൾ, രീതികൾ ഈ രാജ്യത്തിൻ്റെതാണ്. അവ രണ്ടും ചേർന്നൊരു പുത്തൻ ജീവിത വ്യവസ്ഥ ഉരുത്തിരിയും. എന്നതുപോലെ റോമിൽ ഗ്രീക്ക് ആധിപത്യമുണ്ട്. റോമൻ സർവാധിപത്യം അതിനെ വിഴുങ്ങി. അവിടെ യഹൂദന്മാരുണ്ട്. പക്ഷെ പ്രശ്നം ഇതൊന്നും അല്ല. റോമക്കാരെന്ന് കേൾക്കുമ്പോൾ അതൊരു ജനതയൊന്നും അല്ല. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ പോലെ തന്നെ സങ്കീർണമാണ്. ഇന്ത്യ എന്ന അമേരിക്കക്കാർ വിളിച്ചാലും നമ്മൾ എത്രയോ വ്യത്യസ്തരാണ്. പരസ്പരം അറിയാത്ത വലിയൊരു ദേശീയതയുടെ പേരാണ് ഇന്ത്യ. റോമിൽ കുറഞ്ഞ പക്ഷം 5 തരം മനുഷ്യരുണ്ടായിരുന്നു. 5 തരം മനുഷ്യർ. 5 തരം മനുഷ്യരിൽ ഒന്നാം നിരക്കാർ പൗരന്മാരാണ്. പെട്രീഷ്യൻസ് പൗരന്മാരാണ്. ഉന്നത റോമൻ പൗരത്വമുള്ളവരാണ്. വിചാരണ കൂടാതെ അടിക്കാൻ പാടില്ല. വിചാരണ കഴിഞ്ഞാലും ഏറ്റവും ഗുരുതര കുറ്റത്തിനും ഒരാളെ കൊല്ലുന്നെങ്കിൽ, റോമൻ പൗരനെ കൊല്ലുന്നെങ്കിൽ ക്രൂശിക്കാൻ പാടില്ല. ഇങ്ങനൊക്കെ നിയമമുള്ളൊരു രാജ്യം. രണ്ടാമത് പിബ്ലോസ് എന്നു പേരുള്ളൊരു സമൂഹമുണ്ട്. സമ്പന്നരാണ്, പക്ഷെ പൗരത്വമില്ല. ആ പൗരത്വത്തിലേക്കുള്ള പ്രയാണത്തിലാണ് അവർ. മൂന്നാമതൊരു കൂട്ടർ അടിമകളാണ്. അടിമകൾ പൗരന്മാരല്ല, ഒരു യജമാനൻ്റെ പക്കലെ പണിയെടുക്കുന്ന മനുഷ്യരാണ്, ഊഴിയ വിലക്കാർ. ആ വാക്കിൻ്റെ അർത്ഥം പണിക്ക് പകരം, ജോലിക്ക് പകരം ഭക്ഷണം, കൂലിയില്ലാത്ത ജോലിക്കാരാണ്. ഇനി വേറെ ചില മനുഷ്യരുണ്ട്, അവരിലും താഴെ മനുഷ്യരുണ്ടോ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം. അതാരാണെന്ന് അറിയണ്ടേ? പെട്രീഷ്യന്മാർക്കിടയിലെ വിനോദങ്ങളുണ്ട്, മല്ലയുദ്ധങ്ങളുണ്ട്, മൃഗയുദ്ധങ്ങളുണ്ട്. ആ മൃഗയുദ്ധങ്ങളിൽ പന്തയമുണ്ട്. ആ പന്തയം ചിലപ്പോൾ ഹരം കയറി, ഒരു ഗാംബ്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഹരം കയറി ചൂത് കളിച്ച് സ്വത്തൊക്കെ നഷ്ടമാക്കി, പൗരത്വം റദ്ദാക്കപ്പെട്ട്, പ്രിവിലേജുകൾ നഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ തകർന്ന കുറേ മനുഷ്യരാണ്. ഹരം കയറി അവർ സമ്പത്തെല്ലാം പണയം വെച്ച് മൃഗയുദ്ധത്തിലേർപ്പെട്ടു, മല്ലയുദ്ധത്തിലേർപ്പെട്ടു. മനോരോഗികളായി അവർ തെരുവിൽ അലയുന്നുണ്ട്. ഇനിയാണ് രസം. ഇവർക്കൊരു തർക്കസംഗതിക്ക് പോലും കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പെറ്റീഷനാ പ്ലീബിയനാ പോകണം. ഈ 2 കൂട്ടർക്കെ കോടതിയിൽ അപ്പീർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത്തരം മനുഷ്യരെ വിളിച്ചൊരു വിളി നമ്മളിപ്പോഴും വിളിക്കാറുണ്ട്, ക്ലൈൻറ്റ്. അത് റോമിൽ രൂപപ്പെട്ടു വന്നൊരു നാമമാണ്. കക്ഷികൾ നേരിട്ട് വനക്കില്ല, ഇവരുടെ കെയർ ഓഫിലെ പോകാൻ പറ്റൂ. പണ്ടാരായിരുന്നു വലിയ പദവിയുള്ളവർ, അതിസമ്പന്നർ, അവരുടെ മനോനില തെറ്റിയ അവസ്ഥയിൽ ഇങ്ങനെ കുറേ പേര്. ഇതിനകത്ത് രൂപപ്പെട്ട ഒരു ചരിത്ര കഥ പറഞ്ഞ് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വരാം. സന്തോഷമാണോ? ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെന്ന് അറിഞ്ഞാണ് എന്നെ വിളിച്ചത്.
പെട്ടെന്നൊരു വിടുതലൊന്നും. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നടന്നൊരു സംഭവമാണ്. റോമിൽ ധാരാളം അടിമകളുണ്ട്, ഡൂലോസ്. നമ്മളീ പേര് കേട്ടേക്കുന്നത് ഒരു കപ്പലിനും പിന്നെ ബൈബിൾ കോളേജിനും അല്ലേ. അതെന്തിനാണ് ബൈബിൾ കോളേജിന് ആ പേരിട്ടതെന്ന് എനിക്കറിയില്ല. ഞാനും ഒരു ഡൂലോസ് ബൈബിൾ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അതുകൊണ്ട് അടിമ, സ്ലേവ്സ് എന്നതിൻ്റെ അർത്ഥം. ഇവർ എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റോമിൽ പ്രത്യേകിച്ച് ഇവരെ കൊണ്ടൊന്നും ചെയ്യാനില്ല. നല്ല റോഡുകളായിക്കഴിഞ്ഞു. അവർ കൂടുതൽ നിർമ്മിതിക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യരാണ് റോമക്കാർ. സിമെൻ്റൊക്കെ അവരുടെ കണ്ടുപിടുത്താണ്. നിർമ്മാണ കലയിൽ വിദഗ്ധന്മാരാ. പക്ഷേ ഇപ്പോൾ ജോലിയില്ല, എല്ലാം പണിയും കഴിഞ്ഞു. കനാലുകൾ കീറുക, നല്ല റോഡുകൾ വെട്ടുക, വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, ഇപ്പോൾ എല്ലാം പണിയില്ല. അപ്പം 100 അടിമയുള്ള യജമാനനാകെ പരിങ്ങലായി. കാരണം ഭക്ഷണം കൊടുക്കണം, ജോലി കൊടുക്കാനില്ല. ആ ഘട്ടത്തിലാണ് ഈ ഏറ്റുമുട്ടൽ, മാർഷൽ ആർട്സൊക്കെ പഠിപ്പിച്ച് ഇതിലെ ചെറുപ്പക്കാരെ 2 പേരെ ഈ ഗോതയിൽ കൊണ്ട് നിർത്തി പോരാടാൻ നിർത്തും. ഇത് പന്തയവാ. മറ്റു കാണികൾ കൊണ്ടുവന്ന് ഇന്നാര് ജയിക്കും എന്ന് പറഞ്ഞ് പണം പന്തയം വെക്കും, ഷീട്ടുകളിയൊക്കെ പോലെ. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 വെക്കും. അതാണ് ഗാംബ്ലിങ്ങിൻ്റെ സ്വഭാവം. അവർക്കൊരിക്കലും ആർത്തി തീരുന്നില്ല, പണത്തോടുള്ള ആർത്തി തീരുന്നില്ല. അതിനുവേണ്ടി വീണ്ടും വീണ്ടും വെക്കും. തോറ്റുപോയാലും അടുത്ത ഘട്ടം കിട്ടുമെന്നൊരു പ്രതീക്ഷ വരും. അങ്ങനെ പാപ്പരായി മാറും. ഒടുവിൽ ക്ലൈൻ്റായി ചുരുങ്ങും. രാജാവിനെപ്പോലെ നടന്ന തെരുവീതിയിലൂടെ പണം യാചിച്ചിങ്ങനെ നടക്കും. ആ കിട്ടുന്ന പണം കൊണ്ട് ഓടി വരും. വീണ്ടും ഈ ഗാംബ്ലിങ്ങിൽ ഏർപ്പെടും. യാചകരെപ്പോലായാലും ഈ പണി നിർത്തുന്നില്ല. ഇവിടെ ഒരു അഡിക്ഷൻ അവരെയൊക്കെ ബാധിക്കും. തത്വത്തിൽ അവർ അടിമകളിലും താഴെയാണ് ജീവിതം. ഇനി അടിമകളെ ഇങ്ങനെ നിർത്തി ഏറ്റുമുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയൊരു കഥയുണ്ട്. കഥയല്ല, യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു അടിമ ഉണ്ടായിരുന്നു. അയാളുടെ പേര് സ്പാർട്ടക്കസ് എന്നായിരുന്നു. ചരിത്രം പഠിച്ചവർക്കും ഒക്കെ ഈ പേര് പരിചിതമാണ്, വിശേഷിച്ച് റോമൻ ചരിത്രം. ഇയാളൊരു നല്ല മനുഷ്യൻ, ഇയാളൊരു കരുത്തൻ, പക്വമതി. അയാൾ ചെയ്യുന്ന ഒരു സേവനം മുതിർന്ന മനുഷ്യർക്ക് ഒരു ജോലി യജമാനൻ ഏൽപ്പിച്ചാൽ ചെയ്യാൻ കഴിയില്ല, പ്രായം. അപ്പോൾ ഇദ്ദേഹം പോയി ആ ജോലി കൂടി ചെയ്ത് അവരുടെ ആ ബാധ്യത ഒഴിവാക്കും. ഈ പ്രായമുള്ളവരൊക്കെ ഈ മനുഷ്യനെ ഏറെ ബഹുമാനിച്ചു, ആദരവോടെ കണ്ടു. റോമിലെ ഒരു ശതാധിപന് കിട്ടുന്ന പരിഗണന സ്പാർട്ടക്കസിന് കിട്ടിയെന്നാണ്. അത്ര ബഹുമാനം. ഇതൊരു ഗുണമുണ്ടാക്കി. റോമിലെ ചെറുപ്പക്കാർക്കിടയിൽ ഈ മാന്യത കിട്ടുന്ന സ്പാർട്ടക്കസിനെ കണ്ടപ്പോൾ ഇതുപോലെ ഒന്നാകണം. അവർ കുടി നിർത്തി, മയക്കുമരുന്ന് നിർത്തി, സൽസ്വഭാവികളായി മാറാൻ തുടങ്ങി. വലിയൊരു മാറ്റം. അങ്ങനെ ഈ മനുഷ്യൻ അവരെ ഇംപ്രസ് ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായി. സ്പാർട്ടക്കസ് സിൻഡ്രോം എന്ന് പേരുള്ള ഒരവസ്ഥ രൂപപ്പെട്ടു. ഇവനെപ്പോലാകണം. അത് അവസ്ഥയെ ആകപ്പാടെ വീണ്ടും മാറ്റി. കാരണം ഇതാ മനുഷ്യർക്ക് ബോധം വരുന്നു. ബോധം വരരുത്, കാരണം ഇവൻ തല്ലിച്ചാകണം, പന്തയം വെക്കണം, പലതും നേടണം. കുട്ടികളെ നാളെ കിട്ടുന്നില്ലെങ്കിൽ ചെറിയ അറിവ് വന്നാൽ മതി. ആ അറിവ് അധികാരികളെ വല്ലാതെ വിഭ്രമിപ്പിച്ചു. സുവിശേഷമറിയിച്ച ഇടങ്ങളിൽ ഹാളുകൾ തീയിടുന്നത്, അവിടെയുള്ള സ്കൂളുകൾക്ക് തീയിടുന്നത്, ദൈവാസന്മാരെ പിടിച്ച് അകത്താക്കുന്നത് പിന്നിലെ നിഗൂഢ ലക്ഷ്യം ഇതാ. റോമിന് നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു, ഗ്രീക്കുകാരന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ലക്ഷ്യങ്ങളെ ഒന്നും മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് വന്ന് അട്ടിമറിക്കാനാവില്ല. ഏത് നിഗൂഢ ലക്ഷ്യത്തെയും അട്ടിമറിക്കാൻ ശക്തിയുള്ള ഒറ്റ ആയുധമേ ഉലകത്തിലുള്ളൂ. അത് നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ വലിയ യുദ്ധത്തിനാണ്, ആ പടപ്പുറപ്പാടിനാണ് റോം വിളിച്ചു പറയുന്നത്, ഞങ്ങളെ വന്നൊന്ന് സഹായിക്കണം, ഇങ്ങോട്ടൊന്ന് വരാമോ. എത്ര വലിയ ദൗത്യമാണ് നമ്മിൽ കർത്താവേൽപ്പിച്ചെന്ന് ഓർക്കുക. വലിയ ദൗത്യങ്ങൾ. തകർന്നടിയേണ്ട മനുഷ്യരെ കരം പിടിച്ചുയർത്തി അവർക്ക് ജീവൻ്റെ തുടിപ്പിനെ പ്രദാനം ചെയ്യുന്ന ഏറ്റവും ശുഷ്കാന്തിയേറിയ ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മിലൂടെ ചെയ്തെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കട്ടെ, ആത്മാഭിമാനം വർദ്ധിപ്പിക്കട്ടെ. ഒരു യേശുവിൻ്റെ അനുഗാമിയായതിൽ
യേശുവിനെ പ്രസംഗിക്കാൻ കഴിയുന്നതിൽ, കർത്താവിനെ സാക്ഷിക്കാൻ കഴിയുന്നതിൽ നമ്മുടെ സന്തോഷം ഇരട്ടിക്കട്ടെ. ഹല്ലേലൂയ. കഥ തീർന്നില്ല. ഈ മനുഷ്യനെ തകർക്കാൻ സകല പദ്ധതി ഇട്ടിട്ട് അധികാരികൾ വന്ന് അറസ്റ്റ് ചെയ്യാൻ വരും. ഏതോ കുറ്റം ചുമത്തി ഇദ്ദേഹം വസിക്കുന്ന കുടിലിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കും, ആരാണ് സ്പാർട്ടക്കസ്? ഇറങ്ങി വാ. അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം. ഓരോ കുടിലിൽ നിന്നും ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചു പറഞ്ഞു, ഞാനാ സ്പാർട്ടക്കസ്, എന്തു വേണം? അധികാരികൾ ഭയന്നു. സ്പാർട്ടക്കസ് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലെ CJP എന്നൊക്കെ പറഞ്ഞല്ലേ, വലിയ കലഹം, വലിയ കലാപം ശക്തിപ്പെട്ടു. നമ്മളൊക്കെ അപ്രതീക്ഷിതമാണെന്ന് കരുതിയ ചില സംഭവങ്ങളെ പിടിച്ചു കുലുക്കാൻ പാറ്റകൾ ധാരാളമായിരുന്നത് കാലം തെളിയിച്ചു അല്ലേ. എൻ്റെ വാക്കിയെടുപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്. എയർപോർട്ടിലൊക്കെ ഇറങ്ങണമല്ലോ എന്ന് ഓർത്തിയാൽ മിണ്ടാ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ സൂക്ഷിച്ച് സംസാരിച്ചില്ല. അത് ഞാൻ എവിടെയോ പറഞ്ഞു, ഈ ഒരു രാജ്യത്തിലൊരു ഭരണാധികാരിയുണ്ട്, തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യൻ. അയാൾ പാർലമെൻറ്റിൽ ഇരുന്ന് ഉറങ്ങുന്നവരെയൊക്കെ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് പറയാം. അയാളുടെ പേരാരുണ്ട് കയറി പറഞ്ഞു. ഞാൻ എൻ്റെ മോനെ അത് ചെയ്യരുത്, നമ്മൾ വല്ല കണക്ഷൻ ഫ്ലൈറ്റും ചെന്ന് അവിടെ ഇറങ്ങും ഇല്ലേ, പിന്നെ അത് വലിയ ഗതികേടാകും. അതൊന്നും പറയണ്ട. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ആ മനുഷ്യനോട് തോന്നിയ ഒരു താല്പര്യം പറയാം. ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അയാളെ വിസ കൊടുത്ത് നമ്മുടെ സഭയിലൊക്കെ ഒന്ന് ഇറക്കിയാൽ എന്താണ്? യോഗത്തിനൊക്കെ ആളുകൾ പാസീവായിട്ട് പ്രതികരിക്കുന്ന കാണുമ്പോൾ ആ മനുഷ്യനെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ഇറക്കിയാൽ കൊള്ളാം. സഭയിലുമൊക്കെ ഇടയ്ക്ക് ഉണർവ്യോഗം എന്ന് പറഞ്ഞ് വെച്ച് ബോർഡ് എഴുതി വെച്ചിട്ട് ഉണരുകയൊന്നും വേണ്ട അല്ലേ, നല്ലൊരു മര്യാദയില്ലേ അല്ലേ. പോട്ടെ. അപ്പോഴേ സ്പാർട്ടക്കസ് ഒരു വലിയ ശക്തിയായി. അടിമകൾ സംഘടിച്ചു, വല്ലാത്ത കലാപം ഉണ്ടായി. ഇയാൾ പക്വമതി, അടിക്കാനും ബഹളം വെക്കാനും സമ്മതിക്കില്ല, മാന്യനാണ്. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി. കേസ് എന്തൊക്കെയോ കുറ്റം ചുമത്തി. അയാൾക്കൊരു പ്രോഗ്രാം വെച്ചെന്താണെന്ന് അറിയണ്ടേ. ഗോതയിൽ ഏറ്റുമുട്ടുന്നിടത്ത് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, നീ എൻ്റെ അടിമയാണ്. എൻ്റെ യജമാനൻ പറഞ്ഞു, മറ്റൊരടിമയോട് ഏറ്റുമുട്ടി അവനെ തോൽപ്പിക്കണം. തോൽപ്പിക്കുക അവനെ കൊല്ലണം. റെഡിയായി. ഇതിലേക്ക് സ്പാർട്ടക്കസ് എതിരെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടു. സ്വന്തം കളിക്കൂട്ടുകാരൻ, ഇതുവരെ ഒന്നിച്ചു വന്നവൻ. കൂട്ടുകാരനെ കണ്ടാകെ വിഷമിച്ച് കൂട്ടുകാരൻ അരികിൽ വിളിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു, കൂട്ടുകാരാ, എനിക്ക് അപ്പനും അമ്മയുണ്ട്, നിന്നെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു സഹോദരിയുണ്ട്. നീ അവരെല്ലാം നോക്കണം. നീ എന്നോട് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കില്ല. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ജീവിച്ചെങ്കിലേ എൻ്റെ സഹോദരിക്കൊരു തുണയുള്ളൂ, അപ്പനും അമ്മയ്ക്കൊരു തുണയുള്ളൂ. അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. പകരം ഈ ശിരസിൻ്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, നീ ആക്രമണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്ത് കയറി ഇടിക്കണം. ഇങ്ങനെ ചെയ്തു കളയല്ലോ കേട്ടോ. ഇതൊക്കെ പറയുന്നത് തന്നെ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ മദ്യത്തിന് മയക്കും നമ്മൾ പോയിട്ടുണ്ടിരിക്കും അല്ലേ. ഞാനൊരു സ്ഥലത്ത് നമ്മുടെ പ്രിൻസുവാസമൊക്കെ ആയിട്ട് ചെന്ന് ഈ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ വഴിക്ക് ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞപ്പോൾ ഒരുത്തം വന്നിട്ട് പറയാ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണോ. ഈ ബാറ്ററിയൊക്കെ കൊണ്ടേ ആട്ട പഴുതാര ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കഥകൾ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടേച്ച് ഒരുത്തം വന്നിട്ട് പറയാ, സാറേ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയണോ എന്ന് പറഞ്ഞാൽ ഇതും കയറി പ്രയോഗിച്ചു കളയരുത്. അപ്പോൾ വിസിൽ മുഴങ്ങി, ആക്രമണത്തിന് അവസരമുണ്ടായി. ചാടിക്കേറി ആക്രമിക്കാൻ വിസിൽ മുഴങ്ങുമ്പോൾ സ്പാർട്ടക്കസിൻ്റെ കൂട്ടുകാരൻ ഓടി വന്നു. ഈ സ്ഥലം കൃത്യം ചോദിച്ചറിഞ്ഞ ഇടിക്കേണ്ട സ്ഥലം. സംഭവിച്ചോ മറ്റൊന്ന്, അയാൾ സ്വന്തം തല അവിടെ നിന്നൊരു ഇരുമ്പ് ദണ്ടിലടിച്ച് ആത്മഹത്യ ചെയ്തു, സ്നേഹം നിമിത്തം. ഇതൊരു വൈകാരികമായ അനുഭൂതി സൃഷ്ടിച്ചു. പകരം സംഭവിച്ചത്, റോമിലെങ്ങും അടിമകൾ തരം കിട്ടുമ്പോൾ യജമാനന്മാരെ ആക്രമിച്ച് സ്ഥിതികൾ മാറ്റി, അവസ്ഥകൾ മാറ്റി. പക്ഷെ അതും പരാജയപ്പെട്ടു. പിന്നെ ഇത്തരം രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രക്ഷോഭകാരികൾക്ക് അവിടെ കൊടുത്തു വന്ന ശിക്ഷയാണ് ക്രൂശുമരണം. അല്ല, കള്ളന്മാരുടെ അല്ല,
ഇവിടെ കള്ളൻ കിടക്കുന്ന പരിഭാഷ ശരിയല്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായ ക്രൈം അത് ചെയ്യുന്ന മനുഷ്യരെ പരിഭാഷയിൽ നമ്മൾ കള്ളൻ എന്ന് പറഞ്ഞു പോയതാണ്. ഈ കള്ളൻ എല്ലാം പറയുന്നത് കറക്റ്റ് അർത്ഥത്തിലല്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ചില കൊച്ചു കുട്ടികളെ ചില സഹോദരിമാർ കളിപ്പിക്കാനെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കള്ളൻ, ഓപ്പണിങ് വേർഡ്സാണ്. അതിനെ തുടങ്ങുന്ന തന്നെ എങ്ങനെ, ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചെറിയൊരു കൊട്ടും കൊടുത്തിട്ട് വിളിക്കുകയാണ് കള്ളൻ. അതൊരർത്ഥം എന്ന് പറഞ്ഞ പോലെ പരിഭാഷ വന്നു പോയൊരു മിസ്റ്റേക്കാണെന്ന രണ്ട് കള്ളന്മാരുടെ നടുവിൽ. ഇനിയിപ്പോൾ അതങ്ങനെ പോട്ടെ, ഇനി കള്ളനോ അവൻ എന്തോലും ആട്ടെ, നമുക്ക് രണ്ടുപേരും അവിടെ കിടന്നു, ആ കാര്യത്തിൽ തർക്കമില്ല. എന്നാലും ഇപ്പുറത്ത് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. ഈ ക്രൂശ് മരണം വ്യാപകമായി നടപ്പിലാക്കും. നേതാവിനെ പിടിച്ച് ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ അണികൾ ചിതറും. അങ്ങനെ ഒരു നിർബന്ധിത സമാധാനം റോമിൽ വന്നു. കുറ്റസംഗതി പെരുവഴിയോരത്ത് ക്രൂശിലിങ്ങനെ തൂക്കിയിടും. നാളെ ഒരുത്തൻ ആവർത്തിക്കാത്തൊരു മുന്നറിയിപ്പ്. പക്ഷേ ഇതൊന്നും കൊണ്ട് റോം ശാന്തമായില്ല. റോമിൻ്റെ ഒരു മേഖലയും ശാന്തമായില്ല. ഒരിടത്ത് പ്രശ്നം തീരുമ്പോൾ മറ്റൊരിടത്ത് അടിമകൾ തലപൊക്കും. ഇതുപോലെ തന്നെ സമനില നഷ്ടപ്പെട്ടു പോയ ക്ലെയിൻസില്ലേ, അവരും ഈ കൂടെ കൂടും. സ്വസ്ഥത നഷ്ടപ്പെട്ട ആ നാളുകളിലൂടെ റോമിനെ നിയമപരമായി ഒതുക്കാൻ ശ്രമിച്ച ഒരു സംവിധാനത്തിൻ്റെ പേരാ പാക്സ് റൊമാന. ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടാകും. നമ്മുടെ അടിയന്തരാവസ്ഥ പോലൊരു പണി. ഇതൊന്നും വിജയിച്ചില്ല. ഭാഗികമായി വിജയിച്ച് കാണും. റോം ഏതാണ്ട് പരാജയത്തിൻ്റെ വക്കില. എങ്ങും സമാധാനമില്ല. ക്രൂശ് മരണം തുടരുന്നുണ്ട്, എങ്ങും സമാധാനമില്ല. പക്ഷെ നാട്ടുകാരറിഞ്ഞു, ഒരുത്തനെ പിടിച്ച് ക്രൂശിച്ചാലൊന്നും സമാധാനം കിട്ടില്ല. ഒരു കള്ളനെയോ അല്ലെങ്കിൽ ദുഷ്ടനെയോ ഇത്തരം കൊടും ക്രിമിനലിനെ ക്രൂശിച്ചാലൊന്നും തീരില്ല. അത് പ്രശ്നം വീണ്ടും ഉണ്ടാക്കും. പക്ഷെ ലോകത്തിന് മുഴുവൻ സമാധാനം കിട്ടുന്ന ഒരു ക്രൂശ് മരണത്തെപ്പറ്റി അവരറിഞ്ഞു. ഉലകത്തിന് മുഴുവൻ സമാധാനം അതാ ക്രിസ്തു നൽകിയത്. ആ വാർത്തയിൽ പ്രചോദിതനായി, അല്ലല്ല, ആ വാർത്ത സ്വാധീനിക്കപ്പെട്ട് അനുഭവ സമ്പന്നമായ അവസ്ഥയിൽ ഒരു മനുഷ്യൻ രൂപവൽക്കരിക്കപ്പെട്ടു. അവൻ്റെ പേരാണ് പൗലുസ്. ആ പൗലുസ് ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആശയിൽ നിന്ന് യാത്ര തിരിച്ച് മുസ്സയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് വിലക്കി. ചിലപ്പോഴൊക്കെ ആത്മാവ് ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മെ വിലക്കും. ആത്മാവ് ആഗ്രഹിക്കുന്ന ഇടത്തുകൂടിയുള്ള യാത്രയിലെ സുവിശേഷത്തിന് വിജയിക്കാൻ സാധിക്കൂ. ആത്മനടത്തിപ്പില്ലാത്ത ഒന്നും വിജയിക്കില്ല. താൽക്കാലികമായി വിജയം പോലെ തോന്നുന്ന ചിലതിൻ്റെ പിന്നാലെ പോകരുത്. ജീവിതത്തിൻ്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും ആത്മനടത്തിപ്പിന് പ്രാധാന്യം കൊടുക്കാതെ പരാജയപ്പെട്ടവരെ കണ്ട് പാഠം പഠിക്കണം. അപ്പോഴൊക്കെ നമുക്കൊരു ഇറിറ്റേഷൻ, നമുക്കൊരു വിരസത. കാരണം ഞാൻ ആഗ്രഹിച്ചു ഇത് ചെയ്യാൻ, നീ വിലക്കി. ഒന്നുറപ്പിച്ചു. വിലക്കിയത് ഉടയവനെങ്കിൽ, വേണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവെങ്കിൽ, ഇവിടെ വേണ്ടെന്ന് അവൻ അങ്ങനെ സ്ഥിരീകരിച്ചെങ്കിൽ അതിലും വലുതൊന്ന് നമ്മളെ കാത്തിരിക്കുന്നു, വലുതൊന്ന്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നാം ഒന്ന് ഉറപ്പിക്കണം. ഇതുവരെ പാടിയതിനേക്കാൾ, ഇതുവരെ പ്രസംഗിച്ചതിനേക്കാൾ, ഇതുവരെ ശുശ്രൂഷിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരവസരം കരുതി വെച്ചിട്ട് ചിലത് വേണ്ട എന്ന് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞെങ്കിൽ അടിയനിതാ അനുസരിക്കുന്നു എന്ന വിധേയത്വ ബോധത്തോടെ ഒരു സംഘം പുറപ്പെടുക. ആ സംഘത്തിലെ അംഗങ്ങളാണ് പൗലുസും ശീലാസും നമ്മുടെ ലൂക്കോസും ഉണ്ട്. ഞാൻ പല വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. ഈ ലൂക്കോസും ഉണ്ട് ഈ യാത്രയിൽ. ഈ തല്ലൊക്കെ കിട്ടിയ അനുഭവത്തിൽ അദ്ദേഹവും ഉണ്ട്. അങ്ങനെയാണ്. അത് ബൈബിളിൽ തന്നെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അദ്ദേഹം ഇത് എഴുതുമ്പോൾ പറയാം പൗലൂസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു. ഈ ലൂക്കോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഞാനെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മളൊരു പഴയ ജേർണലിസ്റ്റായിരുന്നു, സാറിനറിയാം. ഞങ്ങളിതൊക്കെ കണ്ടുപിടിക്കുന്ന ആളുകളാണ്. വചനം വായിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ ത്രോവാസിലേക്കും ഒക്കെ കപ്പൽ കയറി. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾ, അവരെന്നല്ല. ഒരിടത്തു വല്ലതുവാണെങ്കിൽ പോട്ടെ, തെറ്റിയതാന്ന് പറയാം. ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ. ഇനിയും തെളിവുണ്ട്.
പൗലോസ് തന്നെ പറയുക, വൈദ്യനായ പ്രിയ ലൂക്കോസും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. പോരെ? പക്ഷെ ആ മനുഷ്യൻ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കൽ പോലും മിണ്ടിയില്ല. അത് അങ്ങേരുടെ വിജയവും നമ്മുടെ പരാജയവും. മനസ്സിലായില്ലേ? ഒരു സന്തോഷമില്ല നിങ്ങൾക്ക്. ഒരു സുവനീറൊക്കെ നിറക്കാൻ നോക്കിക്കേ, നമ്മുടെയൊക്കെ അവസ്ഥ അന്നേരം മനസ്സിലാകുന്നത്. എത്രയോ കാര്യങ്ങളിൽ നമ്മൾ അല്പന്മാരായ മനുഷ്യരാണ്. നോട്ടീസിൽ പേര് വെച്ചപ്പോൾ ചെറുതായിപ്പോയി. കൃതജ്ഞത പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒഫീഷ്യൽ പേര് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇതിനു വേണ്ടി പോയി വേറെ സഭ തുടങ്ങുന്ന അല്പന്മാരാണെന്ന് നമ്മളെന്നാ പറഞ്ഞിട്ടോ. ഇനി അവരെയൊക്കെ വിടും. ഞാൻ ലൂക്കോസിന് വേണേ ഇത് എഴുതാമായിരുന്നു. പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ആപത്ത്, വാള്, ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് ഒരു ലൈനിലും എഴുതാം. അയാളുടെ റൈറ്റാ അത്. ആര് പറയാനാ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവരുടെ അവകാശമാണത്. ആ മനുഷ്യൻ എഴുതിയില്ല. ഞാൻ വല്ലതും ആണെങ്കിൽ ഒരു 3-4 ചാപ്റ്റർ, 28 അധ്യായം ഉണ്ടല്ലോ, 2-3 അധ്യായം കൂടെ കിടന്നാൽ കുഴപ്പമെന്തോ? ഞാനതിനകത്ത് ഞാൻ ഇന്നൊക്കെ അനുഭവിച്ച കാര്യമല്ലേ. അങ്ങനെ എഴുതി അവസാനം എൻ്റെ ഒരു ഫോൺ നമ്പറും കൊടുത്തേനെ. വേറൊന്നിനുമല്ല, നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനും വാട്സാപ്പിൽ മെസ്സേജ് ഇടാനും ഒക്കെ വേണ്ടി ഒരു അക്കൗണ്ട് നമ്പറും എൻ്റെ ഫോൺ നമ്പറും. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ എഴുത്തുകാരല്ല ഇങ്ങനെയാണ്, സ്വന്തം കാര്യം പറയില്ല. നമുക്ക് ജയിക്കാൻ പറ്റിയ വലിയൊരു സന്ദേശം അതിലുണ്ട് കേട്ടോ. നമുക്കൊന്ന് മാറി നിന്നിട്ട് യേശുവിനെ പ്രൊജക്റ്റ് ചെയ്യണം. അത് തരുന്നൊരു ആനന്ദമുണ്ടെന്നേ, അത് തരുന്നൊരു സുഖമുണ്ടെന്നേ. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചപ്പോൾ 36 പേരുടെ പേരുണ്ടതിൽ. ഞാൻ എണ്ണീട്ട്, നിങ്ങൾ എണ്ണിയാൽ അതിൽ കൂടും. അപ്പോൾ 9 പേരുണ്ട് അപ്പോസ്തലന്മാരിൽ. അതിൽ 12 അപ്പോസ്തലന്മാർ, 9 പേരുടെ പേര്. നഥനയേലിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് ഈ മനുഷ്യനാ. ഒരു പേര് മനഃപൂർവ്വം ഒഴിവാക്കി, സ്വന്തം പേരാ. ഒരു സ്ഥലത്തും ഇല്ല. യോഹന്നാനെ നടക്കണം കൂടെ നടക്കുന്ന കക്ഷി. ഒരിടത്തും സ്വന്തം പേരില്ല. പേരെഴുതേണ്ടി വരുമ്പോൾ പറയും യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. തീർന്നു. നമ്മളെന്നാണ് ഇതിലേക്കൊന്ന് വളരുക. ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവൻ്റെ വലിയൊരു ലക്ഷണമാണ് അങ്ങ് വളരേണം. അങ്ങനെ ക്രിസ്തുവിനെ ഉയർത്തണ്ടേ. ഞങ്ങളങ്ങ് ഉയർത്തുന്ന വാക്കിലല്ല, അങ്ങയുടെ വിലയേറിയ നാമത്തെ നാവ് കൊണ്ട് പുകഴ്ത്തുന്നതിലല്ല, ജീവിതം കൊണ്ട് നമ്മളെന്നാണ് ഈ പ്രതിസന്ധിയുടെ കടമ്പ ഒന്ന് ചാടിക്കിടക്കുന്നത്. വ്യത്യസ്തമായൊരു സന്ദേശമാണ് സുവിശേഷം. ഇന്ത്യൻ തത്വചിന്ത ഒരു സന്ദേശം പറയും, അത് നമ്മളെ ഈഗോയെ വളർത്തുന്ന വിധത്തിലാണ് പോകുന്നത്. അഹം ബ്രഹ്മാസ്മി. നമ്മിലെ ദൈവബോധം വളർന്ന് ഞാനും ബ്രഹ്മ രണ്ടാളല്ല ഒന്നാണെന്ന ചിന്തയിലേക്ക് വളരണം. ഋഷിമാരൊക്കെ അങ്ങനെയാണ്. നമ്മൾ ആൾദൈവം എന്നൊക്കെ പറയുമ്പോഴും ഈ ചിന്തയുടെ ഉന്നതമായൊരു തലത്തിലേക്ക് താത്വികമായി അവർ കടന്നു കയറിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് വിപരീത. അവൻ താഴേക്ക് ഇറങ്ങണം. ദൈവതുല്യം ഒരിക്കലും ആവില്ല. ആ ശ്രമം പോലും കഴിയില്ല. താഴേക്കെത്ര ഇറങ്ങുന്നുവോ അതാണ് ഭക്തൻ്റെ വലിപ്പം. നമ്മുടെ വിലയും വലിപ്പവും ആ ക്രിസ്തുവിന് വേണ്ടി താഴേക്ക് ചുരുങ്ങാനുള്ള സന്നദ്ധതയാണ്. നമുക്കിന്ന് ആ ഒരു അനുഭവത്തിലൊന്ന് പ്രാർത്ഥിച്ച് സ്ഥിതിഗതികൾക്ക് മാറ്റം വരുന്ന വലിയ കാഴ്ച, അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടലിന് ആ ദൈവാത്മാവ് വിലക്കുന്ന ഇടത്ത് പോകരുത്, ദൈവാത്മാവ് അനുവദിക്കുന്ന ഇടത്തേക്ക് പോകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മക്കതോന്യക്കാരൻ പറയുന്നു, വാ ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്, ഞങ്ങളെ ഒന്ന് സഹായിക്ക്. പൗലോസ് അങ്ങോട്ട് പോവാ. ഇവർ 3 ആളുകളുണ്ട്, കമ്പാനിയൻസ് വേറെ കാണും. വലിയ കുറേ മനുഷ്യരുടെ അധ്വാനമാണ് നമ്മളിരിക്കുന്ന പുസ്തകം. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ചില മനുഷ്യരുണ്ട് നമ്മളാലൊക്കെ അവഗണിക്കപ്പെട്ട് കഴിയുന്ന കുറേ ജീവിതങ്ങൾ ഈ ബൈബിളിലുണ്ട്. ഒരാളുടെ പേര് തെർത്തോസ് എന്നാണ്, ഒരാളുടെ പേര് സ്വസ്തനസ് എന്നാണ്. ആരായിരുന്നു തെർത്തോസും സ്വസ്തനസും? ജയിലിൽ പൗലോസ് കിടക്കുമ്പോൾ
നിയമം മൂലം നിരോധിക്കപ്പെട്ട ഈ മാർഗത്തിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ച് റോമിലെ തകർന്ന ജയിലിൽ കിടക്കുമ്പോൾ ഈ പാപ്പിറസ് ചുരുളുകളും തോളിലെറ്റി എഴുതാൻ തൂലികയുമായി വന്ന് നിയമം മൂലം നിരോധിക്കപ്പെട്ട ഈ മാർഗത്തെക്കുറിച്ച് പറയാൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലത്ത് കാവൽക്കാരോട് അനുവാദം ചോദിച്ചോ കണ്ണ് വെട്ടിച്ചോ അകത്ത് കയറി തങ്ങളുടെ ഗുരുവായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടെഴുതുന്ന കുറേ മനുഷ്യരെ എന്ത് ചിലവേറിയ പണിയാ. പൗലോസ് അവിടെ കിടന്നേ ഒരു ഹെഡ് ക്വാർട്ടറിൽ നിന്നുകൊണ്ടേ ആജ്ഞ കൊടുക്കുന്ന പോലെ പറയുക, നീയേ ഇത് ലവോദിക്കെ കൊണ്ട് കൊടുക്കണം, ഇത് കൊലോസിൽ എത്തിക്കണം. പായ്ക്കപ്പലിൽ വേണം പോകാൻ, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച്. എത്ര രാവുകൾ, എത്ര പകലുകൾ, എത്രയെത്ര അധ്വാനം. ഈ അധ്വാനങ്ങളിലൂടെ ഈ മനുഷ്യർ വന്നിങ്ങനെ കേട്ടെഴുതുമ്പോൾ ഞാൻ പറയും, പ്രാപിച്ച പൗലോസിനെ പോലെ തന്നെ വലുതാ ഇത് കൊണ്ടു കൊടുക്കുന്നവൻ്റെ ശക്തി. അതിനവർ സഹിച്ച ത്യാഗം അത്രയും ശ്രേഷ്ഠമാണ്. പോകാൻ നേരം ഒരു ചായക്ക് കാശ് കൊടുക്കാൻ ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടോ? ഒരു വണ്ടിക്കൂലി കൊടുക്കാനുണ്ടോ? ഏതായാലും മക്കളെ കൊണ്ട് കൊടുക്കണ്ടല്ലേ. നീ പോകുമ്പോൾ കപ്പലിൽ അതിന് ചിലവുള്ളല്ലേ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ കരങ്ങളിൽ ചങ്ങല ഒഴികെ മറ്റൊന്നുമില്ല. പക്ഷേ എഴുതിയവർക്കൊന്നും യാതൊരു ഡിമാൻഡുമില്ല. അവരുടെയൊക്കെ കഷ്ടപ്പാടിൽ പ്രാപിച്ചെടുത്തൊരു പുസ്തകം കൊണ്ടാണ് നമ്മൾ ഇത്ര വലിയവരായതെന്ന് ഓർക്കണം. ഇവിടെ വരെ നമ്മൾ വന്നത് ആ മനുഷ്യരുടെ മഹാത്യാഗത്തിൻ്റെ ആനുകൂല്യം പറ്റിയാണെന്ന് ഓർക്കണം. എന്നിട്ടും മതിവരാത്ത ഒരുതരം വല്ലാത്ത ബോധം നമ്മളെ ഭരിക്കുന്നു. സ്വീകരിച്ചതൊത്തില്ല, പാടിയതൊത്തില്ല, പ്രസംഗിച്ചതൊത്തില്ല, കരുതിയതൊത്തില്ല. 100 പരിഭവങ്ങളോടെ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇടത്ത് ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് പറയുക, ക്രിസ്തുയേശുവിലെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ബഹുമാനരെ, ഈ തകർന്നു കിടക്കുന്ന ഇടം കാട്ടി വരാൻ പറഞ്ഞാൽ പോകാൻ നമുക്ക് സാധിക്കുമോ? അത് വലിയ പാടാണ്. നമ്മുടെ കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുന്നത് സമൃദ്ധിയുള്ള മണ്ഡലങ്ങളിലാണ്. ആരെയും കുറ്റമല്ല. പക്ഷേ ഈ റിസ്ക്കുള്ള, അത്യന്തം കഷ്ടപ്പാടുള്ള ഈ ജോലി ഏൽപ്പിക്കുമ്പോൾ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ലോകമാ പറഞ്ഞത് കഷ്ടപ്പാടാണെന്ന്. പക്ഷെ പുറമേ കണ്ട് വിധിക്കണ്ട. ഈ മണ്ണിനെ മാറ്റിയെടുക്കാൻ, ഈ ദേശത്തെ മാറ്റിയെടുക്കാൻ ആർക്കും കൊടുക്കാത്ത പരിശുദ്ധാത്മശക്തിയുടെ പ്രദർശനശാലയായി നീ അവിടെ ഭവിക്കാൻ ഞാൻ ആത്മാവിനാലാണ് നിന്നെ അയക്കുന്നത്. ഈ ബലത്തോടെ പൗലോസ് വരിക. ഇത് യൂറോപ്പിലേക്ക്, ഈ മേഖലയിലേക്ക് ഉള്ള സുവിശേഷത്തിൻ്റെ ഒരാധികാരിക രംഗപ്രവേശമാണ്. സത്യത്തിൽ ആ ഒരു വരവ് കൊണ്ടാണ് സായിപ്പ് വചനമൊക്കെ കേട്ടത്. അതിനു മുമ്പേ നമ്മൾ കേട്ടവരാണ് ഇന്ത്യക്കാർ. പൗലോസ് ഇല്ലതിന് മുമ്പല്ല, പിൽക്കാലത്ത്. ചരിത്രം പറഞ്ഞാൽ ഇംഗ്ലീഷുകാരൊക്കെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് മലയാളികൾ അറിഞ്ഞു എന്നാണ് ചരിത്രം. യൗസേബിയസൊക്കെ അങ്ങനെ എഴുതുന്നേ. പണ്ടേ അറിഞ്ഞു. ഈജിപ്തിൽ നിന്നൊരു സഞ്ചാരി, പാൻറ്റീനസ് എന്നാണ് പേര്, അയാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് തൻ്റെ ഡയറിയിൽ എഴുതുന്നൊരു കുറിപ്പാണ് കേരള സഭയെക്കുറിച്ചുള്ള, ഭാരത സഭയെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണിക രേഖയെന്നാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ കുരുമുളകിൻ്റെ നാട് സന്ദർശിക്കവേ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ അവിടെ കണ്ടു. അത്രയും വഴക്കമുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്ക്. ഇവിടെയൊക്കെ സുവിശേഷം വന്ന വളരെ താമസിച്ചാണ്. നമ്മളെവിടെ നിൽക്കുന്നു, ഇവരൊക്കെ ഇവിടെ എത്തി. അതാണ് സമർപ്പണത്തിൻ്റെ ശക്തി. അത് നിരാശപ്പെടാനല്ല, നമുക്കൊന്ന് തിരിച്ചു പിടിക്കണം ജീവിതത്തെ. ജീവിത മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു വ്യഗ്രത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ നല്ല ലക്ഷ്യത്തോട് കൂടെ നിൽക്കുന്ന ഒരു മഹാദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ പ്രചോദിപ്പിച്ചയക്കുന്ന ആ ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. നമുക്ക് ചെയ്തെടുക്കാൻ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ പൗലോസ് ഒരു ശേമ്യനാണ്. നോഹയുടെ 3 മക്കളാണ് ശേമും ഹാമും യാഫത്തും. നമുക്കറിയാം. ഇവരിലൂടെയാണ് ലോകത്തിലെ സകല മനുഷ്യരും പിൽക്കാലത്ത് രൂപപ്പെടുന്നത്. ആന്ത്രോപോളജിയും ഏതാണ്ടൊരു 80% അതിനോട് യോജിച്ചാണ് പോകുന്നത്. മതേതര ലോകത്തെ
ഷേമിൻ്റെ മക്കളാണ് സെമിറ്റിക്, ഹാമിൻ്റെ മക്കളാണ് ഹമെറ്റിക്, യാവിത്തിൻ്റെ മക്കളെ ഇൻഡോ യൂറോപ്യൻ എന്ന് വിളിച്ചു. ആ പേരിൽ തന്നെ ഉണ്ടവരാരാണെന്ന്, ഇൻഡോ യൂറോപ്യൻ, ആര്യന്മാരും യൂറോപ്യരുമൊക്കെ ചേരുന്ന, പാർസികളുമൊക്കെ ചേരുന്ന ഒരു ജനതതി. ഹമിറ്റിക്കലുണ്ട്, ദ്രാവിഡരും ഈജിപ്തുകാരും ഹൺസും ആഫ്രിക്കൻസും ഒക്കെ ചേരുന്ന മറ്റൊരു ജനതതി. ഇവരിൽ ഷേമ്യരുടെ പക്കലാണ് ഈ ബൈബിൾ ഇരുന്നത്. ആ ഷേമ്യനാണ് പൗലുസും. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ മേഖലകളിലേക്ക് ഇത് ചേർന്നിട്ടില്ല. ആകെ വന്ന ഒരു കൊറുന്നല്യോസാണ്, ഇറ്റാലിയൻ. അപ്പോഴാണ് ഫിലിപ്പിയിൽ നിന്നൊരു ശബ്ദം, മാസിഡോണിയിൽ നിന്നൊരു ശബ്ദം, ഇങ്ങോട്ട് വരണേ. ദർശനത്തിൽ എങ്ങനെയാണ് ഇയാൾ മാസിഡോണിയക്കാരനാണെന്ന് അറിയുന്നത്? എൻ്റെ വഴി എന്താ? ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭാഷയാണ്. ഭാഷയല്ല, കാരണം അന്ന് ഗ്രീക്ക് സർവ്വസാധാരണമാണ്, ഇന്ന് ഇംഗ്ലീഷ് പോലെയാ. ഗ്രീക്കിലാണ് പറയുന്നത് വാ, ഭാഷ കണ്ടറിയില്ല. ഒരു ഏത് രാജ്യക്കാരനെന്നോ ഏത് മേഖലക്കാരനെന്നോ അത്യാവശ്യം അറിയാൻ ഭാഷയില്ല. പേരൊരു ഘടക, ശരിയല്ലേ? നിങ്ങൾ എന്നെക്കാൾ എത്രയോ നാളും ഇവിടെ വന്നവരാ. ഇത്രയും നാളായിട്ട് തങ്കച്ചൻ എന്ന പേരുള്ളൊരു സായിപ്പിനെ ഇവിടെ കാണും കണ്ടോ? മാത്തുക്കുട്ടി എന്നൊരു സായിപ്പിനെ ആരിലും കണ്ടോ? ഇല്ല. ചാക്കോച്ചൻ ഇങ്ങനൊന്നും സായിപ്പില്ല. ശോശാമയെന്ന് പറഞ്ഞൊരു മദാമേ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും പരിചയപ്പെട്ടോ? അമേരിക്കക്കാരിയെ? ഇല്ല. നമ്മുടെ ആൾക്കാരുടെ അവിടുത്തെ പേരാ അതൊക്കെ, ദേശകാല സാഹചര്യങ്ങൾക്കനുസരിച്ച പേര്. രണ്ടാമത്തെ കാര്യം ആളുകളുടെ രൂപമാണ്. ഈ ഇൻഡോ യൂറോപ്യന്മാർ നല്ല ഉയരമുള്ളവരാണ്. കഴുകൻ്റെ കണ്ണുകളുടെ തിളക്കമാണ് അവർക്ക്. മുടി ചെമ്പിച്ചതും റോസ് നിറം കൂടിയതുമാണ്. നല്ല പവിഴ നിറമാണ്. സുന്ദരി സുന്ദരന്മാരാണ്. ഇങ്ങനെ ഒരാളാണ് പൗലുസ് ദർശനത്തിൽ കണ്ടെന്ന് വരാൻ, രക്ഷിക്കാൻ. ഇവർ തമ്മിൽ ഈഗോ ഉണ്ട്. പക്ഷേ കയ്യിൽ ചങ്ങല ധരിച്ച് അടിയറ്റ് നിരവധി ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടൊരു മനുഷ്യനോട് ആത്മാവിൽ ദൈവം അറിയിക്കുകയാണ്, ദാണ്ട് ഇവൻ നിന്നെ വിളിക്കണം, വിളിക്കുക പോവാ. ചിലതരം പകകൾ എരിഞ്ഞു തീരാനാണ്. അനാവശ്യമായ ചില പരിഭവങ്ങൾ എരിഞ്ഞു തീർന്ന് ഷേമിൻ്റെ ദൈവമായ യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവ യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. ഈ പ്രവചനം നിവൃത്തിയാക്കാൻ ദൈവം കാത്തിരിക്കുക. നമ്മുടെയൊക്കെ എത്ര അനുഗ്രഹങ്ങൾക്ക് ദൈവം വാഗ്ദത്തം മുൻകൂട്ടിയിട്ടിരിക്കുക. അടുക്കാൻ വയ്യ. ഞാനെവിടെയോ സ്വരുക്കുട്ടിയ എൻ്റെ പ്രജുഡീസ് മൈൻഡ് ഉണ്ടല്ലോ, എൻ്റെ ആ പ്രയോറി സെറ്റ് ചെയ്ത് ഞാൻ ഇടപെട്ട രീതികളുണ്ടല്ലോ, ആ ഈഗോ ഉണ്ടല്ലോ, അത് നിമിത്തം എനിക്ക് നിങ്ങൾ ഇടപഴകാൻ വയ്യ, നിങ്ങൾക്ക് അടുക്കാൻ വയ്യ. നാം തമ്മിൽ സൃഷ്ടിച്ചെടുത്ത ഈ മതിലുകളില്ലേ, ഇതിനെ തകർക്കാൻ എത്രയോ ശ്രമങ്ങൾ നടന്നു. അദൃശ്യമെന്ന് തോന്നുന്ന ഈ മതിലുകളെ തകർത്ത് ഒന്നാകുവാൻ വേണ്ടി ഒരാഹ്വാനം കൊടുത്തുകൊണ്ട് പൗലോസിനോട് ഇവിടെ ഒരുത്തൻ ആത്മാവിൽ പറയുക, ഒന്ന് വാ, ഇവിടേക്ക് വാ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുടെ ഗൗരവം ഞാനും നിങ്ങളുമൊക്കെ സമാനമായ അവസ്ഥയിലൂടെ ഈ രാജ്യത്തും നാട്ടിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കിതൊന്ന് മാറ്റണം, ഈ അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റണം. ഈ രാജ്യത്തിലേക്ക് നമ്മൾ വന്നു. ഈ രാജ്യം എങ്ങനെ പോകുന്നു? ഇവിടെ ധാരാളം മൂല്യങ്ങളുണ്ട്, സംശയിക്കണ്ട. പ്രാർത്ഥിക്കണം, ഈ മൂല്യങ്ങളിൽ ഒന്നും കുറയാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും വരണം. ആ മൂല്യങ്ങളിലൊന്നും കുറയരുതെന്ന് മാത്രമല്ല, ഈ നാട്ടിലും നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ പ്രവണതകളുണ്ട്, അവസ്ഥാവിശേഷങ്ങളുണ്ട്. മക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കണം. അതൊന്നും ഭവിക്കാതെ എൻ്റെ തലമുറയെ നീ കാത്തുകൊള്ളണം. എന്തിനായി അങ്ങ് ഇവിടേക്ക് അയച്ചോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ എൻ്റെ പ്രാർത്ഥന തടസ്സമാകരുത്. അതുകൊണ്ട് ഞാനിതാ തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നു. വാ, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്, ഇവിടേക്ക് വാ. വചനത്തിനിറങ്ങി വരാൻ, അതിൻ്റെ പ്രവൃത്തി നടക്കാൻ കഴിയും വിധം നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ഒക്കെ ഒന്ന് തുറന്നിടാം. ദൈവവചനം ഇവിടെ നിൽക്കുന്നവരും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. വചനം നിങ്ങൾക്കൊരു വിടുതലാകട്ടെ. വചനം നമുക്ക് രോഗശാന്തിയാകട്ടെ. വചനം പ്രശ്നങ്ങളുടെ മീതെ ഒരതിജീവനമാകട്ടെ. വചനം ഉന്നതമായ അവിടുത്തെ പ്രവൃത്തി ചെയ്യട്ടെ. അതിന് വിളിക്കുക വരാൻ. പൗലോസ് എന്നോ കൂട്ടുകാരുമുണ്ട്. ചെല്ലുമ്പോൾ ഉണ്ട് നമ്മുടെ ലുദിയ. അതെന്നെ വലിയ സന്തോഷമാണ്. കാരണം ഒരു സ്ത്രീ ഒരു വ്യാപാരം ചെയ്യുക അത് നിസ്സാര കാര്യമല്ല. ഇന്ന് തന്നെ ഒരു സ്ത്രീ, ഇവിടെ നിന്നും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ നാട്ടുകാരെല്ലാം കാണുന്നത് എങ്ങനെ, ഏതോ ഗുരുതര കുറ്റം ചെയ്യുന്നൊരു സ്ത്രീ ആയിട്ടാണ്. ഇവർ രാവിലെ ഒന്ന് ഷോപ്പൊക്കെ തുറക്കുമ്പോൾ എന്താ പറയുക, ആ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് കാറയില്ല വന്നു, ഇന്ന് വേറൊരു വണ്ടിയല്ല. അവർ കഷ്ടപ്പെട്ട് ഓടിച്ചോണ്ട് അതൊക്കെ അങ്ങനെ ആയത്.
നമുക്കിതുവരെ ഇതിനൊക്കെ മാറുന്ന കാലം കുറേ പഠിക്കും. പക്ഷേ ബൈബിളിൽ പണ്ടുണ്ട് ലുദ്യ. ആ സ്ത്രീയാണ് ആ കുടുംബത്തിൽ അറിയപ്പെട്ടത്. അവരിലൂടെയാണ് ആ വീടും കുടുംബമൊക്കെ അറിയപ്പെട്ടത്. അവർ യഹൂദ സ്ത്രീയാണ്, പേര് കൊണ്ട് അത് മനസ്സിലാവുന്നേ. അവർ പറയും, എന്നെ ഒരു മാന്യ വനിതയെന്ന് കാണുന്നെങ്കിൽ വീട്ടിൽ വാ. ആ സ്ത്രീ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആ ഭർത്താവ് എത്രയോ മാന്യനാണ്, എത്ര വലിയൊരു മനുഷ്യനാണ്, അദ്ദേഹം മാന്യനാണ്. അവർക്കുറപ്പാ, ഞാൻ കണ്ടത് ദൈവാസന്മാരെയാ, എൻ്റെ ഹസ്ബൻഡ് വിശാല ഹൃദയനാ. അവരെ കൊണ്ടുവന്നു ലൂദിയുടെ വീടിനെ കേന്ദ്രീകരിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. നല്ലതാണ്. പക്ഷെ പ്രശ്നം അതല്ല. പൗലോസ് കണ്ടിറങ്ങിയത് ഒരു പുരുഷനെയാണ്. നേരിട്ട് കാണുന്നത് ലൂദി എന്നൊരു സ്ത്രീയാണ്. ഇവ തമ്മിൽ അങ്ങനെ യോജിക്കുന്നേ. ചിലപ്പോഴൊക്കെ നമുക്കും തോന്നും എൻ്റെ ദർശനം മറ്റൊന്നാ, പക്ഷെ റിയാലിറ്റി ഇതാ ഇങ്ങനെ. അതെന്താ അങ്ങനെ? അത് ദൈവികമാവുമോ? ദൈവികം അല്ലെങ്കിൽ ഇത്രയും ഫ്ലോ വന്നങ്ങനെ, ഇത്ര ഒരു ഒഴുക്ക് കാര്യത്തിന്. അപ്പോൾ ഒരു കാര്യം പഠിച്ചു, ദർശനം നമുക്ക് തരാനിരിക്കുന്ന സംഭവങ്ങളുടെ ആകെ തുകയുടെ ഒരു ചെറിയ രൂപമാണ്. ഡീറ്റെയിലൊന്നുമില്ല. അതിലേക്കുള്ള വഴി സങ്കീർണമാണ്. അറിയാത്ത ഘടകങ്ങൾ അതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. കൊടുക്കെന്താ, ആ വീട്ടിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. വേണ്ടതല്ല. അവിടെ ടെക്സ്റ്റൈൽസ് നടത്തുന്ന സ്ത്രീയാണ്. ഈ രക്താംബരം വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റില്ല. അവിടെ അടുത്ത ദിവസം കണ്ടത് വെളിച്ചപ്പാടത്തിയ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ ഇവിടെ വന്ന് പാർക്കുന്ന യഹൂദ സ്ത്രീയാണ്. പൗരത്വം കിട്ടിയിട്ടില്ല, പ്ലീബിയനാണ്. അവർക്ക് നാളെ പണം കൊടുത്താലേ ഇത് കിട്ടൂ. ഗവർണർ പറയുന്നില്ലേ, ഞാനത് ഏറിയ ദ്രവ്യം കൊടുത്തു വാങ്ങി. ആ പ്രോസസ്സിലാണ്. അപ്പുറത്ത് മറ്റവൾ അടിമയാണ്. യജമാനന്മാർക്ക് ലാഭം വരുത്തുക, വിഷ്ക്രാഫ്റ്റാണ്. അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടു പറഞ്ഞു, ഇവർ ദൈവാസന്മാരാ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കാമെന്നത്. രണ്ട് കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്. ഒന്ന് തിയോളജി പ്രോപ്പർ, രണ്ട് സോറ്റീരിയോളജി. അന്നേരം എനിക്ക് മനസ്സിലായി ഇവൾ വല്ല ബൈബിൾ കോളേജിലും ചാടിയാന്നൊന്നും അറിയത്തില്ല. ഒന്നിൽ അവിടെ ടീച്ചർ, അല്ലേ അവിടെ പഠിച്ചു. എന്തോ ഒരു ബൈബിൾ കോളേജ് ബന്ധം കാണുന്നുണ്ട് അല്ലേ, എന്തോ ഒരു സെമിനാരി ബന്ധം നമ്മളവിടെ കാണുന്നുണ്ട്. അല്ലേ, ഇത്രയും വലിയ ചിന്ത എങ്ങനെ പറയുന്നത്? ഒപ്പം പ്രവചനമുണ്ട്. ദൂതെല്ലാം പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് തന്നെ ആകട്ടെ, നല്ലൊരു കൂട്ടായ്മ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അത് മെയിൻ, ഇത് ബ്രാഞ്ച്, ഇതൊരു ഔട്ട് സ്റ്റേഷൻ. കുറേ കഴിഞ്ഞ് ഇത് മെയിനും ആകും, മറ്റേ ഔട്ട് സ്റ്റേഷനും ആകും. നമ്മളിങ്ങനെയാണ്. ഈ നമ്മുടെ ബിലാമിൻ്റെ കഴുത ആ ആഴ്ചയിൽ തന്നെ ചത്തുപോയി കാണും. അല്ലേ, നമ്മളതിനെ പ്രോഗ്രാം കൊടുത്ത് ഇടപാട് വരുത്തി തന്നെ. ദൂത് കറക്റ്റായതുകൊണ്ട് ഫ്ലക്സ് എല്ലാം അടിച്ച് ഇതിനെയും കൊണ്ട് പിന്നെ നമ്മൾ നടന്നേനെ. കാരണം കറക്റ്റാണ് ആ പറഞ്ഞത്. അടുത്ത ദിവസം മുഴുവൻ കഴുതയായിരിക്കും ഈ ഫ്ലക്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. കറക്റ്റ് ദൂത് പറഞ്ഞ കഴുത, ആളുകൾ ഇടിച്ചു കയറും. ഇതുപോലെ ഇവർക്ക് പ്രോഗ്രാം കിട്ടണ്ട. അപ്പോൾ ഇത്തരം വഴിയൊന്നും അപ്പോസ്തലൻ പോയില്ല. അത് വിവേചനത്തിൻ്റെ ഒരു വരമാണ്. അവളെ ഗൗനിച്ചൊന്നുമില്ല. പല നാൾ ചെയ്തു വന്നപ്പോൾ ആളുകൾ ഓർക്കും അത് ഇത് ഒന്നാണെന്ന്. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. നമ്മളാണ് അത് വലിയൊരു ആഘോഷമാക്കിയല്ലേ. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെന്ന് പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. കർത്താവ് പറഞ്ഞു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിലല്ല ആനന്ദിക്കണ്ടേ. ദൈവകുടുംബത്തിൽ ജനിച്ചതിലാണ്, സ്വർഗത്തിൽ പേരെഴുതിയിലാണ് ആനന്ദിക്കട്ടെ. സ്വർഗത്തിൽ പേരെഴുതുമ്പോൾ നമ്മൾ ദൈവമക്കളാകുകയാണ്. ഈ ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ചൊരു കാര്യമാണ്. അപകടം പിടിച്ചൊരു കാര്യമാകുന്നത് എങ്ങനെ? ഞാനെപ്പോഴും ഓർക്കും, നമ്മളൊരാളെ കണ്ട് ബ്രദറെ എന്ന് വിളിക്കുക, സിസ്റ്ററെ എന്ന് വിളിക്കുക, ലോകത്തിലേറ്റവും അപകടകരമായ വിളിയത്. ന്യായവിധി യാഥാർത്ഥ്യമാണെങ്കിൽ വലിയൊരു അപകടം. അതെന്താ അപകടം? ഒരനുഭവം അത് പറയാൻ. ഇവിടെ വന്ന ശേഷം എന്നെ കൊണ്ടൊരാൾ നാസ കാണാൻ പോയി, ആ മ്യൂസിയം. ഇപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നില്ല, ഉണ്ട്. ഇത് എഴുതിയെടുക്കും, പഠിക്കും, ചോദിക്കും, മനസ്സിലാക്കും, ഫോട്ടോ എടുക്കും. അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയേറ്റർ പോലെ സംവിധാനം ഉണ്ടല്ലോ, അവിടെ ചെന്നു. ഫീസൊക്കെ അടച്ചാൽ എന്നെ കൊണ്ട് ദേവാസം പോന്നേ. അപ്പം ഇത് കാണാനിരിക്കുമ്പോൾ പിന്നിൽ വല്ലാത്തൊരു ശബ്ദവും അങ്ങ് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില പ്രവണതകൾ. ഒത്തിരി ആയിക്കഴിഞ്ഞപ്പോൾ മടുത്തു. പൗലോസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, വല്ലാത്ത ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ
ഒരു കൊച്ചു പയ്യൻ ഓട്ടിസ്റ്റിക്കാണ്, അവനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡാണ്, അല്ലെ സ്പെഷ്യലാണ്. ഇവനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ ആസനം തിരിഞ്ഞു നോക്കി. അവർ സ്ത്രീ ഇരിപ്പുണ്ട്. അവർ ക്ഷമാപണം പോലെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സോറി പറയുന്നില്ല, പറയാത്ത ഒരു സോറി. പെട്ടെന്ന് നമ്മുടെ മനസ്സലിയാൻ കാരണം ഈ സ്ത്രീക്ക് നമ്മളെല്ലാം എന്താ പറയുക, ഈ കൊച്ചിനെ വീട്ടിലിരുത്തിയിട്ട് വരത്തില്ലേ, ഇതിനൊന്ന് ഒഴിവാക്കിയിട്ട് വരത്തില്ലേ? അങ്ങനെ ഒഴിവാക്കി ഇതിലും സുമുഖനായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഒഴിവാക്കി എത്ര അമ്മമാരുടെ നാട്ടിൽ നമ്മളിരിക്കുന്നത്. അപ്പം ഈ കുഞ്ഞിനെ കൊണ്ട് വന്ന സ്ത്രീയെ അവരൊഴിവാക്കിയില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഗുണമാണ്. ഇതിനെ കളഞ്ഞിട്ട് വരാം, എവിടെങ്കിലും തള്ളാം, എങ്ങനെ ഒഴിവാക്കാം, അവരിത് കൊണ്ടുവരിക. ആ സ്ത്രീയെ നോക്കിയിട്ട് നമ്മൾ സിസ്റ്റർ ഒരു വിളി വിളിച്ചാൽ അപകടമുണ്ട്, ഗുരുതരമായൊരു അപകടമുണ്ട്. ആ സ്ത്രീയെ സിസ്റ്റർ എന്ന് വിളിച്ചു പോയാൽ ആ കുഞ്ഞിനെ കൂടെ ഉൾക്കൊള്ളേണ്ടി വരും ഹൃദയത്തിൽ. മനസ്സിലായില്ലേ? പാർക്കിൻസൺസ് രോഗമുള്ള അവരുടെ അപ്പനെ ഉൾക്കൊള്ളേണ്ടി വരും, ബോധം നഷ്ടപ്പെട്ട അമ്മയെ ഉൾക്കൊള്ളേണ്ടി വരും, കടം കൊണ്ട് വീർപ്പ് മുട്ടി ജപ്തി നോട്ടീസ് കൈപ്പറ്റിയ ബ്രദറിനെ ഉൾക്കൊള്ളേണ്ടി വരും. ലോകത്തിലെ അപകടം പിടിച്ച പദവാ ബ്രദറെ, സിസ്റ്ററെ. ന്യായവിധി സത്യമാണെങ്കിൽ അപകടം പിടിച്ചൊരു പദവാ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ. ദൈവ കുടുംബത്തിൽ ജനിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ, ആ വിളിയിലുണ്ട് ഈ അപകടം. എനിക്ക് കഴിയാത്ത ചിലതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന വിളിയത്. എല്ലാത്തരം മനുഷ്യരെയും ആ വിളിക്കുള്ളിൽ അക്കമണറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴൊക്കെ ആ വിളി അർത്ഥരഹിതമാകും. ന്യായവിധി സത്യമെങ്കിൽ ആ വിളി എന്നെ കാത്തിരിക്കുന്നൊരപകടം, നിങ്ങളെ കാത്തിരിക്കുന്നൊരപകടം. ഇവിടെയാണ് ഭൂതങ്ങളോട് കോംപ്രമൈസും ഇല്ല. ഭൂതങ്ങൾ കീഴടങ്ങുക, അതിലല്ല കാര്യം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, സന്തോഷിക്കണം. സ്വർഗത്തിൽ പേരെഴുതുമ്പോഴുള്ള പ്രശ്നമായി പറഞ്ഞേ. അടുത്ത ഘട്ടം കർത്താവ് പറഞ്ഞു, അതിലല്ല കാര്യം. എന്താ ഈ ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങുന്നറിയോ? നമ്മളീ പറയുന്നതൊന്നുമല്ല. നമ്മളതെങ്ങനെ പറയുന്നത്? ക്ഷമിക്കണം, എൻ്റെ ചെറിയ ജീവിതത്തിൽ ഈ അന്യായമായ കൊച്ചു പിള്ളേർ പറഞ്ഞ പോലെ ഇതുപോലെ പപ്പ അന്യായ തള്ളാന്ന് പറയില്ല, വല്ലാത്ത ഇതിലൊക്കെ വിളിച്ചു പറയുക ഈ പൊങ്ങച്ചം. ഇതുപോലെ 3 ടൈപ്പ് ആളുകളെ കണ്ടിട്ടുണ്ട്. ക്ഷമിക്കണം, ഒന്ന് ഈ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന ആച്ചാൻ, വേണമെങ്കല്ലേ ഒന്നും പറയുന്നതിനകത്ത്. അവിടുത്തെ ഒരു തണുപ്പിൻ്റെ ഡിഗ്രിയൊക്കെ പറയും, നമുക്കിതുവല്ലോ അറിയോ? നമ്പർ 13 ബറ്റാലിയനിൽ ഏതാണ്ടൊരു ഡിഗ്രി തണുപ്പിൽ ഞാനും ആന്ധ്രാക്കാരനൊരു വെട്ടുവേലും ഇങ്ങനെ നിൽക്കുകയാണ്. ചെറുപ്പത്തിൽ നമ്മളിതെല്ലാം കേട്ട് കണ്ണ് തള്ളുക. അച്ഛൻ ആ പഞ്ചായത്ത് വഴി പോലും പോയിട്ടില്ല. മറ്റൊരു കൂട്ടര് ഈ അഭ്യാസം പഠിപ്പിക്കുന്ന ആളുകളാണ്. എന്നെ ഒരാൾ തിരുമാൻ വന്നു, ശരീരം വയ്യാഞ്ഞിട്ട്. ഇയാളുടെ കൈ പെട്ടുപോയി. ഇയാൾ ഓരോ കഥ പറഞ്ഞിട്ട് എന്നോട് പറയാം, ബൈബിളിലുണ്ടെന്ന് അഭ്യാസം പഠിക്കുന്ന നല്ലതാണ്. എന്നോട് ചോദിക്കുക, ഫാസ്റ്റർക്ക് അഭ്യാസം വല്ലതും അറിയോ? ഞാൻ പറഞ്ഞില്ല. ഈ തെറുപ്പുവാളിന് വെട്ടു വന്നാൽ തടയാൻ അറിയാവോ? തെറുപ്പുവാളെന്നൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല. അതിനൊരു പണിയുണ്ട്. ഓലമടൽ കൊണ്ട് വിലങ്ങണമെന്ന്. ഓലമടൽ. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടല്ലോ. നമ്മൾ വല്ല യോഗത്തിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഈ തെറുപ്പുവാളിന് വെട്ടിയാൽ നിൽക്കേ, ഞാൻ ഓലമടൽ വെട്ടിക്കൊണ്ട് വരട്ടെന്ന് അവനോട് പറയാമല്ലോ. അത്രയും സൗകര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ. ഇതാ രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ. മൂന്നാമത്തെ ആളുകളെ പറയാം, പിണങ്ങരുത്, ഭൂതത്തെ ഇറക്കുന്ന വാസന്മാർ. പലരും അവിടെ ചെന്നു വിടുതലുണ്ടായില്ല. 7-ാം ദിവസം ഏഴയും പൂഴിയും കൃമിയും ചാരവും ഒക്കെ ആയി സാധുവായ ഞാൻ അവിടെ ചെന്നു. ഭൂതം വിട്ടുപോയി. ഇപ്പോഴും ഒരു സ്വസ്ഥയോടെ ഉണ്ട്. എന്താ ഈ ഭൂതം വിട്ടുപോകാൻ കാരണം? നമ്മുടെ വാചോടിയല്ല, നമ്മൾ എന്നതുകൊണ്ടുമല്ല. അതിന് കാരണമുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആളിവിടെ നിൽപ്പുണ്ടെന്നറിഞ്ഞാൽ ഇപ്പം വിട്ടുപോന്നേ. നമ്മളിങ്ങനെ കാണിച്ചപ്പെടുന്നല്ല. നമ്മുടെ വിചാരം നമ്മളെ അവനെ കൊണ്ട് ഇരുത്തിയിട്ട് നാളികേരം വിളഞ്ഞാണോ നോക്കുന്നവരിങ്ങനെ തലേ പിടിച്ച് കുലുക്കി വിട്ടു പോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോയതാണെന്നല്ല.
അപ്പുറത്ത് മെയിൻ ആൾ നിൽക്കുക. കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എരിഞ്ഞു തീരുവൻ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ ഭൂതങ്ങൾ കീഴടങ്ങുന്ന സ്തോത്രം. ഇവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. സത്യത്തിൽ ഈ ഭൂതത്തെയൊക്കെ ശാസിക്കുമ്പോൾ നമുക്ക് വല്ല നന്മയും തരണ്ട. ആട്ടുകാരോ അടിച്ച് പെരുമാറിക്കളഞ്ഞു. സംശയമല്ല, വിടുതലൊക്കെ നല്ലതാ. പക്ഷെ ദർശനത്തിൽ കണ്ട ആരെയാണ്? ഒരു പുരുഷനെ. നേരിട്ട് കണ്ട ആരെയാണ്? ഭൂതം പിടിച്ച രണ്ടാമതൊരു സ്ത്രീ. ആദ്യം കണ്ട് ലുദിയ ദൈവോർമ്മയുള്ളൊരു സ്ത്രീയെ കണ്ടു. ഇപ്പോഴും ഇതാ. പക്ഷെ ഈ ദർശനത്തിലെവിടെ അടിയില്ല, ദർശനത്തിലെവിടെയും ജയിലില്ല. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ദർശനം നല്ലതാണ്, അതിലേക്കുള്ള യാത്ര സുഗമമല്ല, അത് സങ്കീർണമാണ്. ഇവിടെ നമ്മളിൽ പലർക്കും പരാജയം. പ്രവചനം കറക്റ്റായിരുന്നു, ആ ദൈവാസനം അറിയിച്ച ദൂത് കറക്റ്റായിരുന്നു. നടക്കാതെ വന്നപ്പോൾ നമ്മളെല്ലാം ചെയ്തെന്താ? പ്രവാചനം ഒത്തിരി പറഞ്ഞു. നമുക്ക് ഏറ്റവും വലിയൊരു പരാജയം, നമുക്ക് പാസ് ശരിയല്ല, വന്ന പ്രവാചകൻ ശരിയല്ല, പണ്ടത്തെ ദൂത് ശരിയല്ല. ഇത് പറഞ്ഞ് നമ്മൾ സ്വയം തകരുക ചെയ്തേ. ദൈവത്തിൻ്റെ പ്രവൃത്തി സഭയിൽ ഏതാണ്ട് അപ്രത്യക്ഷമാകാൻ വേണ്ടതെല്ലാം ഞാൻ നാവിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞു. ഞാൻ സ്വയം ശൂര്യനായതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. അവനെ പറഞ്ഞു, ഇവനെ പറഞ്ഞു, ആ ശുശ്രൂഷയെ പറഞ്ഞു, സെക്രട്ടറിയെ പറഞ്ഞു, സിസ്റ്റത്തെ മുഴുവൻ നമ്മളിങ്ങനെ എന്നും വിലമതിക്കുന്ന, ആ വിലമതിക്കാനാവാത്ത ഒരു നിലയിൽ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരുന്നു. തകർന്നാരാ? നമ്മൾ സ്വയം. അതാ ക്ഷീണം, അതാ മാന്യം. അത് പരിഹരിക്കാൻ നമ്മൾ കൈയടിക്കുന്നു, നൃത്തം ചെയ്യുന്നു, കീയോട് ഉച്ചത്തിൽ വായിപ്പിക്കുന്നു, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു. അതല്ല പരിഹാരം. റിക്കൺസിലിയേഷൻ. ഒന്ന് നിരക്കണം, ഏതിൽ നിന്ന് വീഴിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തി രക്ഷിക്കപ്പെട്ട നാളിലെ പ്രവൃത്തി, അന്ന് കിട്ടിയ ആ സുഖമില്ലേ, അന്ന് കിട്ടിയ സന്തോഷമില്ലേ, ഒറ്റയ്ക്ക് ഇറക്കി തിരിച്ചിട്ടും സകലരും തള്ളിക്കളഞ്ഞിട്ടും ആർക്കും വേണ്ടാതെ വന്നപ്പോഴും നിവരെ നിൽക്കാൻ കാട്ടിയ ഒരാർജവമില്ലേ, അതിലേക്കൊന്ന് മടങ്ങണം. സ്തോത്രം. അകത്തിടന്നു. ഈ ജയിലർ അതുവഴി പോവാ. ഈ കാവൽക്കാരനല്ല, അങ്ങനെ ധരിക്കണ്ട. ഈ സ്റ്റാർ കൂടുതലൊരു ഉദ്യോഗസ്ഥനാണ് പോകുന്നത്. അയാളകത്തേക്ക് നോക്കി, മീശയൊക്കെ ഇങ്ങനെ പിരിച്ച് ഇരുമ്പ് ബൂട്ട്സ് ഇട്ട് ചവിട്ടി ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. പൗലോസ് ശീലാസിനെ തട്ടി, ലൂക്കോസിനെ തട്ടി. മക്കളെ, അയാളെ നോക്കിക്കേ. കണ്ടു, ഇയാളെ നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലില്ല, ലൂദിയയുടെ വീട്ടിൽ ആ പരിസരത്തൊന്നുമില്ല. ഇയാൾ നമ്മളെ ഈ ആളുകൾ തല്ലി ബഹളം വെക്കുന്ന ആ വിടുതൽ നടന്ന സ്ഥലത്തുമില്ല. ഇയാളങ്ങനെ പോവില്ല ഈ സ്ഥലം വിട്ട്. ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെ, അയാളുടെ അവിടെ തന്നെ താമസിക്കുന്നത്. ഇയാൾ ചീഫ് ഓഫീസറാണ്, ഇവിടം വിട്ട് പോകാനാവില്ല. ഞാൻ ഇയാളെ എവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ കാണുന്ന കാഴ്ചയും നിങ്ങൾ കാണുന്ന കാഴ്ച ഒരുപോലെയാണെങ്കിൽ നമുക്ക് നോക്കാം അയാൾ എങ്ങനെയുള്ള ആളാണ്. കൂട്ടുകാർ പറയാൻ തുടങ്ങി, ഗുരോ, മുടി ചെമ്പിച്ചതാ, റോസ് നിറം കൂടിയ ചെമ്പൻ മുടി, കണ്ണുകൾക്ക് കഴുകൻ്റെ കണ്ണുകളുടെ തിളക്കം, നല്ല പവിഴ നിറം, ആളൊരു മാസിഡോണിയൻ. ഇത്രയും കേട്ടപ്പോൾ പോലീസ് പറയാ, മക്കളെ, ഞാനും അങ്ങനെ ഒരു തന്നെയാണ് കണ്ടേ, ഇപ്പോഴും കാണുന്നേ. പക്ഷെ ഈ കാഴ്ച ഞാൻ ഇന്നല്ല കണ്ടത്, മാസങ്ങൾക്കപ്പുറത്ത് ത്രോവാസിൽ വെച്ച് രാത്രി ദർശനത്തിൽ ഇവനെ എന്നെ വിളിച്ച്, ഇന്ന് ഞാൻ ഇവനെ സ്നാനപ്പെടുത്തും, ഇന്ന് ഈ കുടുംബം മുഴുവൻ ആനന്ദിക്കും. ദർശനത്തിൻ്റെ സമാപ്തി ചിന്തകൾക്കപ്പുറത്താ, പ്രതീക്ഷകൾക്കപ്പുറത്ത് ഈ ക്രൂരനെ മുക്കിപ്പൊക്കാൻ ചങ്ങല ധരിച്ച ഈ കൈകൾക്ക് കഴിയുമെന്ന് ചിന്തിക്കാത്ത ഘട്ടത്തിൽ ഇടപെട്ട ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. പ്രതീക്ഷകൾക്കപ്പുറത്ത് നമ്മുടെ കുടുംബത്തെ മാനിക്കാൻ, നാം അകപ്പെട്ട കുരുക്കിനെ മുഴുവൻ റദ്ദ് ചെയ്ത് കളയാൻ, ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ, പുനഃസമർപ്പണത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് നമ്മെ നയിക്കാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പകയുടെയും മുൻവിധിയുടെയും ആത്മാവ് മാറിപ്പോകട്ടെ. നമുക്കൊന്ന് ശുദ്ധീകരിക്കപ്പെടാൻ അവൻ്റെ അരികിലേക്ക് ചെല്ലാം.
ഈ മൂന്നാളും ചേർന്ന് രൂപപ്പെട്ട മാർഗമാണ് യേശുവിൻ്റെ സുവിശേഷം. ഫിലിപ്പിയായിലെ സഭ ആരെയൊക്കെ കിട്ടി? ഒരു പെട്രീഷനെ ലാസ്റ്റ് കിട്ടി, റോമിലെ ഉന്നത പൗരനെ. അടിമയെ കിട്ടി, ലുദിയ എന്ന ഇടത്തരക്കാരിയെ കിട്ടി. ഈ നാടിനെ വകഞ്ഞു പിടിക്കാൻ ഒരു പുത്തൻ നിയോഗത്തോടാണ് ദൈവം ഇവിടേക്ക് അയച്ചതെങ്കിൽ ഇവിടെ കർത്തൃ ശുശ്രൂഷകന്മാരേറെ ഉണ്ട്. ആ ശുശ്രൂഷയെ സഹായിക്കാൻ വന്നവരുണ്ട്. ഇവിടെ വന്ന ഒരാളും ഒരു ജോലി ചെയ്ത് ഈ നാട്ടിൽ ഉപജീവനാർത്ഥം മാത്രം അയച്ചതല്ല ദൈവം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം അപേക്ഷ വച്ച പലരും, നമുക്കൊപ്പം കാത്തിരുന്ന പലരും ഇവിടെ എത്താതെ പോയപ്പോഴും ഇവിടെ എത്തിയതേ. ഒന്ന് സാക്ഷ്യം വഹിക്കണം കർത്താവിന്. അഭിമാനത്തോടെ ഈ ലോകത്തോടും നാടിനോടും പറയണം, ഇവിടെ എത്തിച്ചത് യേശുവാണ്. ആ യേശു ഇവിടെ എത്തിച്ചതേ അവൻ നല്ലവനാണെന്ന് നിങ്ങളോടും പറയാനാ. അതിന് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്നെ ഞാനാക്കിയത് സുവിശേഷമാണ് എന്ന് അന്തസ്സോടെ പറയാൻ ലജ്ജിക്കുന്നില്ല. ഈ ചർച്ച വലിയ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചയായിരുന്നു. നമ്മൾ ബൈബിളിൽ ഏത് ചർച്ച എടുത്താലും പൗലോസ് കുറേ വഴക്ക് പറയുന്നത് കേൾക്കാം, അല്ലേ? കൊരിന്ത്യരെയൊക്കെ നല്ലപോലെ ശാസിക്കുന്നുണ്ട്. ഫിലദൽഫിയ സഭയും ഈ ഫിലിപ്പിയ സഭയും അങ്ങനെ വഴക്ക് പറയുന്നില്ല. കാരണം അറിയോ, ഈ ലുദിയ അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, മിനിസ്ട്രിയെ സഹായിച്ചു, അവളങ്ങ് സമ്പന്നയാണ്. പണ്ടേ കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴും അഹങ്കാരമില്ല. ഞാനിത് ചെയ്തൊന്നും ആരും അറിയണ്ട, സ്വയം പിന്നോട്ട് മാറണം. നമ്മുടെ പഴയ വെളിച്ചപ്പാടത്തി ഉണ്ടല്ലോ, അവളുടെ രീതിയൊക്കെ അങ്ങ് മാറിയെന്നേ. അവൾ നല്ല കൃപാവരപ്രാപ്തിയായി. അവളുടെ മുഖത്ത് പണ്ട് കണ്ടിരുന്ന ഇരുട്ടില്ലേ, ആ വല്ലാത്ത ഭാവമില്ലേ, ഇതൊക്കെ മാറിയിട്ടേ അവൾ പ്രാർത്ഥിച്ചാൽ മതി, ഭൂതങ്ങൾ പോവും. ചങ്ങലയിൽ കിടക്കുന്നവന് സൗഖ്യ. അവളുടെ മുഖകാന്തി വർദ്ധിച്ചു, ആരോഗ്യം വർദ്ധിച്ചു, ലക്ഷ്യബോധം വർദ്ധിച്ചു. പഴയ കൊമ്പമീശക്കാരനില്ലേ, ആരെ കണ്ടാലും ഭയപ്പെടുത്തുന്ന ആളെ സൗമ്യനായി മാറി. അഡ്മിനിസ്ട്രേഷനൊക്കെ പുള്ളിയാ, ഈ സ്ഥാപനം ഓടിക്കുന്ന പുള്ളിയാ. വളരെ പക്വത. ജയിലിൽ കിടക്കുമ്പോഴും പോലീസ് പറയും, ഇവരോടാ പറഞ്ഞ് എപ്പോഴും സന്തോഷിപ്പീനും, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, സന്തോഷിക്കാൻ ഒരു വഴിയുണ്ടേ, ക്രിസ്തുയേശുവിലെ ഭാവം നമ്മളുണ്ടായാൽ നമുക്ക് സന്തോഷം വരുമെന്ന്. നമ്മൾ ഇല്ലെന്നൊന്നുമല്ല, നമ്മളിലുണ്ട്. നമ്മളങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകല്ല ഒരു സമൂഹമൊന്നുമല്ല. ചിലപ്പോൾ മനുഷ്യനങ്ങനെ സ്വയം എഴുതിത്തുള്ളൂ, ഇതൊന്നും ഇനി നന്നാവില്ല, ഇനിയും വിജയിക്കില്ല, ഇതെല്ലാം പൊളിഞ്ഞു. ഏയ് അങ്ങനൊന്നും വിട്ടുതരില്ല. ആത്മാവിൽ പിശാചിനോട് പറയണം, നടക്കില്ല, നിൻ്റെ ലക്ഷ്യമൊന്നും നടക്കില്ല, എൻ്റെ കുടുംബത്തെ വിട്ടുതരില്ല, മക്കളെ വിട്ടുതരില്ല, സുഹൃത്തുക്കളെ വിട്ടുതരില്ല, എൻ്റെ സഹപ്രവർത്തകരെ സഭയെ വിട്ടുതരില്ല. ഇതൊരു യുദ്ധമാണ്. വിട്ടുകൊടുക്കാൻ എളുപ്പമാണ്, തിരിച്ചൊന്ന് പിടിക്കേ വലിയ പ്രയാസം. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ടു കൊള്ളണം. എന്നിട്ട് നമ്മൾ നന്നാകാനൊരു സംവിധാനം കാട്ടിത്തന്നു. ക്രിസ്തുയേശുവിലെ ഭാവം നമ്മളുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വലിയ സിദ്ധാന്തം നമ്മോട് പറയാം, വലിയൊരാശയം. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, അതാണ് കർത്താവിൻ്റെ സ്വഭാവ മഹിമ. നമ്മുടെ വീക്ഷണമനുസരിച്ച് പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ആ വിശ്വാസ ത്രിയേകത്വം, അതിൽ സമനിത്യരായ സമതുല്യരായ മൂന്നാളുകൾ ഒരു എസൻസിൽ, ഒരു സാരാംശത്തിൽ. പുത്രൻ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നു പിതാവിൻ്റെ ഇഷ്ടത്തിന്. നിങ്ങൾക്കറിയേണ്ട, ലോകത്തെല്ലാ മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേർ ചൊല്ലി അഭിസംബോധന ചെയ്യുന്നേ. യൂതൻ പറയും യാഹുവേ, മുസ്ലിം സഹോദരങ്ങൾ അവരെ ഓൾമൈറ്റിയെ വിളിക്കുന്നത് അല്ല. ഹിന്ദുക്കളായ സഹോദരങ്ങൾ പരമേശ്വരൻ എന്നൊക്കെ വിളിക്കും, ഈശ്വരൻ. തെറ്റൊന്നുമില്ല. ബട്ട് ഓൺലി വി പീപ്പിൾ, the followers of Christ, addressing Almighty as Father. നമ്മൾ മാത്രം വിളിക്കുന്നത് പിതാവേ. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചവൻ യേശുവാണ്. 179 ആവർത്തി എൻ്റെ പിതാവ്
നമ്മുടെ പിതാവ്. ഈ പ്രയോഗം പുതുനിയമത്തിൽ യേശു പറഞ്ഞതായിട്ടുണ്ട്. 179 ടൈംസ് ഇൻ ന്യൂ ടെസ്റ്റമെൻറ്റ്. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ് എന്ന് യേശു പറയുന്ന പ്രയോഗം. അപ്പോൾ ഈ കർത്താവാണ് നമുക്ക് പിതാവെന്ന ദൈവത്തെ പരിചയപ്പെടുത്തിയേ. അപ്പോൾ ദൈവമേ എന്ന വിളിയിൽ നിന്ന് ഭക്തിയുടെ തീഷ്ണതയിൽ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് പിതാവാകുന്നത്. മനസ്സിലായി കാണും. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പിതാവെന്നുള്ള പരിഭാഷ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ വീട്ടിൽ ചെന്ന് പിതാവേ എന്നാണ് വിളിക്കുന്നത്. പിതാവേ നാഗപ്പാടെ വിളിക്കുന്ന പുരോഹിതന്മാരെയാണ് അല്ലേ? അത് തെറ്റൊന്നുമില്ല, അങ്ങനെ വിളിച്ചു നിർത്തു. അവരെ അപഹസിച്ചൊന്നുമില്ല. പാലാ പിതാവ് ഇങ്ങനെ അല്ലേ, മെത്രാന്മാരെ ആണ് വിളിക്കുന്നത്, ബിഷപ്പ് പിന്നെ അങ്ങനെ വിളിക്കണ്ടേ. എന്നാലേ നമ്മൾ അച്ചാച്ചാന്നോ അപ്പച്ചാന്നോ പപ്പായെന്നോ ഒക്കെയാണല്ലോ വിളിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ പദം അങ്ങനെ മനസ്സിലൊന്ന് ചിന്തിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതിന് പകരം ഒന്ന് വിളിച്ചു നോക്കിയേ. ആഴം വർദ്ധിക്കും നമ്മുടെ ആ വിളിയുടെ. അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയേ. പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒത്തിരി അകന്നുപോയി, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വീണ്ടും അകന്നുപോയി. കാരണം അതൊരു സ്ഥാനമാണ്. പിതാവേ എന്ന് വിളിച്ചപ്പോൾ ആ ശബ്ദം തൊട്ടടുത്ത്. പക്ഷേ യേശു ഇതൊക്കെ ആണെങ്കിലും പിൽക്കാലത്തൊരിക്കൽ അപൂർവ ഘട്ടങ്ങളിൽ ദൈവമേ എന്നും വിളിച്ചു. ക്രൂശിൽ അല്ലേ, ദൈവമേ. അതെപ്പോഴാണ് വിളിച്ചേ? ആ വേദനയുടെ തീഷ്ണതയിൽ ദാസരൂപമെടുത്ത് താഴേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യന് ഭവിക്കാവുന്ന ഏറ്റവും വലിയ അവസ്ഥ നിരാശ്രയബോധ. കൂടെ ഒപ്പം വന്നവരിപ്പോൾ ഇല്ല. അപ്പം വാങ്ങി കഴിച്ചവരാരും കൂടെ ഇല്ല. കൊള്ളാവുന്ന കാലത്ത് എത്ര മനുഷ്യരുണ്ടായിരുന്നു. ഞാനോർക്കും, പിതാവെന്ന് വിളിക്കണമെങ്കിലേ ഈ കഷ്ടതയിൽ കൂടെ നിൽക്കണം ഒരാളെങ്കിലും. ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് നോക്കിക്കേ, അധികം പേരില്ല. പാവം ഒരു യോഹന്നാൻ, കുറേ സാധുക്കളായ സ്ത്രീകൾ. മണിക്കൂറുകൾക്കപ്പുറത്ത് എത്ര ആയിരങ്ങൾ കൂടി അത്ഭുതം ചെയ്യുന്നിടത്ത്, അടയാളങ്ങൾ നടത്തുന്നിടത്ത്, കടലിൻ മീതെ നടക്കുന്നിടത്ത് ആരവമുണ്ടാക്കുന്നത് കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു അതാണ് ആരാധന, അതെനിക്ക് സഭയിലൊന്ന് പുനഃസ്ഥാപിക്കണം. ഏത് ലാസർ ഉയർക്കുമ്പോൾ ഉണ്ടാകുന്നൊരാരവമില്ലേ? കടലിൻ മീതെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരാവേശമില്ലേ? ഞാൻ പറയും, ഭക്തൻ്റെ ആവേശം കടലിൻ മീതെ നടക്കുന്ന ഗുരുവല്ല, ക്രൂശിക്കപ്പെടുന്നവനെ ഈ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുന്നതാ. ഹൃദയത്തിലൊന്ന് അവനെ ഉൾക്കൊള്ളുന്നൊരവസ്ഥയാ. അതാണ് ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവമഹിമയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. കാരണം പറയാം, ഒരാൾക്കൊരാളുടെ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ഡെത്താണ്, മരണം. അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യൻ അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത ആത്മഹത്യയൊന്നുമല്ല പറയുന്നത്. ഒരാൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുക. അപൂർവം ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളറിയുന്നല്ലോ, എൻ്റെ 2 ജ്യേഷ്ഠന്മാരുടെ കൊച്ചുമക്കൾ ഞാനിവിടെ വന്ന ശേഷം പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചു. അതിലൊരു വീട് വലിയ വേദനാജനകമാണ്. 5 കുട്ടികളുണ്ട്, കൂട്ടുകാരെല്ലാം ചേർന്ന്. പിറ്റേന്ന് സ്കൂൾ തുറക്കാണ്. ആ ഘട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ളൊരു കരിങ്കൽ ക്വാറിയുടെ കുളത്തിൽ പോയതാ. അതിൻ്റെ മീതെ ഉള്ള ചെളി മണ്ണടിഞ്ഞിട്ട് 2 പേര് തെന്നിപ്പോയി. ഒരുത്തനൊരുത്തരെ പിടിച്ചു, 2 പേര് തെന്നി കൂടെ ഒരുത്തരുടെ വീണു, 3 പേര് വീണു. ഇത് കണ്ട് 2 അമ്മമാർ കൂടെ ചാടി. ഒരാൾ 16 വയസ്സ്, ഒരാൾ 18 വയസ്സും മരിച്ചവർ. അതിൽ 18കാരൻ ഇവർ 3 പേരെ പിടിച്ച് കരക്കയറ്റി. കരക്കയറ്റുമ്പോൾ ആദ്യം ചാടിയ അവനെ ഇങ്ങനെ മുങ്ങി താണോണ്ടിരിക്കുമ്പോൾ മറ്റു കുട്ടികളോട്, ചേട്ടാ ഈ പോവല്ല ഇനിയും. ഇവൻ അവസാനം പറഞ്ഞ വാക്കെന്താണെന്നറിയേ? നിങ്ങളെയൊക്കെ കയറ്റില്ലേ, ആ കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ പോരില്ല, മരിച്ചാലും പോരില്ല. 2 ആളും മരിച്ചു. ആ ചെളിക്കൊണ്ടിൽ 2 ആളും വീഴുമ്പോൾ അവൻ്റെ അവസാനത്തെ വാക്കുകളുടെ ശക്തി എത്ര വലുതാണെന്ന് ഓർക്കുക. കരഞ്ഞവരെക്കാൾ, ഭക്ഷണം കൊടുത്തവരെക്കാൾ, ഇതുവരെ പുലർത്തിയവരെക്കാൾ അവസാനം പറഞ്ഞ വാക്കിൻ്റെ ശക്തി കാലമൊന്ന് ഓർത്തിരിക്കും. എന്തതിൻ്റെ അർത്ഥം? ഇതുപോലെയാണ് സ്നേഹത്തിൻ്റെ തീവ്രതയിൽ മാത്രമേ മരിക്കാനാവൂ. സ്നേഹത്തിൻ്റെ തീവ്രതയിലല്ല വെള്ളത്തിന് മീതെ നടന്നതേ.
സ്നേഹത്തിൻ്റെ തീവ്രതയിലല്ല അഞ്ചപ്പം നമുക്ക് തന്നതേ. വീടും വാഹനവും വിദ്യാഭ്യാസവും വളർച്ചയും ഒക്കെ നല്ലതാ. പക്ഷെ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ യേശു നമുക്ക് തന്നത് തൻ്റെ മരണത്താൽ എൻ്റെ മരണവിധികളെ റദ്ദ് ചെയ്യാൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റവും ഫലപ്രദമായ ഒരൗഷധമായി ഭവിക്കാൻ യേശു തൻ്റെ പ്രാണനെ വച്ചു തരുന്ന പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അധികം പേരില്ല, കുറേ മനുഷ്യർ മാത്രം. ഇന്നാരുണ്ട് അങ്ങനെ? ഗുരു, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ എനിക്ക് നിൽക്കണം. അപ്പോഴാണ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും താഴേക്ക് ഇറങ്ങി. പേടിക്കണ്ട, ഇറങ്ങുന്നത് ഈ ഗുരുവിനൊപ്പമെങ്കിൽ, ഈ ഗുരുവിൻ്റെ കൂടെയെങ്കിൽ അത് പരാജയമല്ല. ജീവിത കഷ്ടതയുടെ ആയോധനങ്ങളിൽ, യുദ്ധങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ ഈ അനുഭവമുള്ള അനേകരുണ്ട്. ഞാനിപ്പോൾ തീരും, ഇനി ഒരു രക്ഷയുമില്ല, തീർന്നു. സത്യ, താഴേക്ക് 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 രക്ഷയില്ല. പോകുന്നത് യേശുവിനൊപ്പമെങ്കിൽ അധൈര്യപ്പെടരുത്. നമുക്കെത്രത്തോളം കർത്താവിന് വേണ്ടി പോകാം, കർത്താവിന് വേണ്ടി പ്രസംഗിക്കാം, കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങാം. ആ മനസ്സത്ര പേർക്കുണ്ട്. താഴേക്ക് താഴേക്ക് താഴേക്ക്. അടുത്ത വചനം, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ദൈവം ഉയർത്തിയാൽ ആ ഉയർച്ചയ്ക്കും പരിധിയില്ല. ഞാനിരിക്കുന്ന ഇടമായ മഹിമയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എന്നോടുകൂടെ. അപ്പോഴും പറയണം, നിന്നെ പിരിയില്ല, നിൻ്റെ കൂടെ, നിൻ്റെ കൂടെ, നിനക്കൊപ്പം, നിനക്കൊപ്പം. ആരങ്ങനെ ഇഷ്ടപ്പെടുന്നു? ഗുരു, അത്ഭുതം ചെയ്യുന്ന അങ്ങയേക്കാൾ, അഞ്ചപ്പം വീതം വെച്ച് തരുന്ന അങ്ങയേക്കാൾ, കടലിൽ മീതെ നടക്കുന്ന അങ്ങയേക്കാൾ, യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന അങ്ങയേക്കാൾ, ക്രൂശിക്കപ്പെട്ട നിൻ്റെ കൂടെ ഈ ഞാനുണ്ടാകുമെന്ന് പറയാൻ ആർക്കിന്ന് മനസ്സുണ്ട്? ഈ ക്രൂശോട് ചേർത്ത് ഞാൻ എന്നെയും ചേർത്ത് നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥനയ്ക്കൊരുങ്ങാം. ക്രൂശോട് ചേരണോ? എനിക്കറിയാം ഇതൊരു ദൈവമക്കൾ അധികമുള്ള യോഗമാണ്. ദൂരത്ത് വചനം കേൾക്കുന്നവർ, ഓൺലൈനിൽ കേൾക്കുന്നവർ, ക്രൂശോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ടോ? ക്രൂശിനെ ഉയർത്താൻ ആഗ്രഹമുണ്ടോ? പിതാക്കന്മാർ ഉയർത്തിയ ക്രൂശിൻ്റെ നിറവിലാണ്, അതിൻ്റെ മറവിലാണ്, ആ തണലിലാണ് ഞാനും നിങ്ങൾ ഇവിടെ വരെ വന്നതെങ്കിൽ നമുക്ക് ക്രൂശിനെ ഉയർത്തണം. പരമാവധി യേശുവിനെ, ഈ ആത്യന്തികനായ ദൈവപുത്രനെ, എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് ക്രൂശിൻ്റെ സാക്ഷിയാക്കണം, ക്രൂശിനോട് ചേർന്ന് നിൽക്കണം. ഈ സമർപ്പണ ബോധം ആർക്കുണ്ട്? ഞാൻ കരമുയർത്താനൊന്നും ആവശ്യപ്പെടുന്നില്ല. ആ സമർപ്പണ ബോധത്തിലേക്ക് ഹൃദയത്തെ ഏകാഗ്രപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്കൊരുങ്ങുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. പാട്ടോടെ, ആരാധനയോടെ തുറന്നുള്ള ശുശ്രൂഷകൾ കുഞ്ഞുങ്ങൾ നിർവഹിക്കുമ്പോഴും ആത്മീകമായ ആ അന്തരീക്ഷം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുയേശുവിലെ ഭാവം, ദൈവരൂപത്തിൽ നിന്ന് ക്രൂശിതനാകാൻ ഇറങ്ങി വന്ന സ്നേഹത്തിൻ്റെ തീവ്രത അത് നമ്മിൽ അങ്കുരിക്കട്ടെ. ആ ക്രൂശിനോട് വിധേയരായി നിലകൊണ്ടുകൊണ്ട് നമുക്ക് ആ ക്രൂശിൻ്റെ വഴിയിലൂടെ സഹനത്തിൻ്റെ ആ സംഗീതം ആലപിച്ച് അവനോട് ചേരാം. കർത്തവ്യവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.